കൗസല്യയുടെ ദയനീയമായ വാക്കുകൾ ആരുടെയും മനസ്സലിയിക്കുന്നതായിരുന്നു. എന്നാൽ അത് രാമന് ബാധകമായില്ല. പന്തങ്ങൾ കൊളുത്തി മാർഗതടസ്സം ചെയ്തിട്ടും യാതൊരു കൂസലും കൂടാതെ നടന്നു പോകുന്ന ഒരാനയ്ക്കെന്ന പോലെ ധർമ്മമാർഗത്തിൽ മനസ്സുറച്ച രാമന് അമ്മയുടെ കണ്ണുനീർ കണ്ടിട്ടും അനുകമ്പ തോന്നിയില്ല. കോപത്താൽ തൊണ്ട വരണ്ട ലക്ഷ്മണനോടും ദുഃഖം മൂലം അന്തം വിട്ട മട്ടിലായ അമ്മയോടും സംസാരിക്കാനുള്ള കെൽപ്പ് അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ലക്ഷ്മണ, നിനക്കെന്നെ നന്നായി അറിയാം. നമ്മൾ ഒരേ സത്യത്തിൻ്റെ 2 ശരങ്ങളാൽ എനിക്ക് നിന്നെയും അറിയാം. എന്നിട്ടും ധർമ്മത്തോട് എനിക്കുള്ള പ്രതിപത്തി നീ മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ്? സദാചാര നിയമങ്ങൾ പണ്ടുള്ള കാരണവന്മാർ നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെ അനുശാസനങ്ങളെ നിരൂപാധികം വിശ്വസിക്കും. മനുഷ്യൻ ധർമാചരണത്തിനായി പ്രവർത്തിക്കണം. അതിനു പകരം ഒരാൾ അർത്ഥസമ്പാദനത്തിലാണ് ബുദ്ധി വ്യാപരിക്കുന്നതെങ്കിൽ ബുദ്ധിമാന്മാരുടെ ദൃഷ്ടിയിൽ അവൻ അപഹാസ്യനായി തീരും. ധർമ്മത്തിന് പകരം കാമത്തിലാണ് അകപ്പെട്ടതെങ്കിലും അവൻ അപഹാസ്യനാവും. എന്നാൽ ശാസ്ത്രകൃതമായ ധർമ്മമാർഗത്തിലൂടെ ചലിച്ചവരാവട്ടെ, അവനവൻ്റെ കർമ്മഫലമായി അർത്ഥവും കാമവും മോക്ഷവും വന്നു ചേരും. നമ്മുടെ പിതാവ് തൻ്റെ മഹത്തായ സൽസ്വഭാവം കൊണ്ടും വേദശാസ്ത്രാദികളുടെ ജ്ഞാനം കൊണ്ടും ലോകപ്രസിദ്ധി ആർജിച്ച ആളാണ്. അദ്ദേഹമാണ് എന്നോടിപ്പോൾ കൽപ്പിക്കുന്നത്. അപ്രകാരം കൽപ്പിക്കാനുണ്ടായ കാരണത്തെപ്പറ്റി ഞാൻ ചോദ്യം ചെയ്യില്ല. ഒരുപക്ഷെ അദ്ദേഹം എന്നോട് കോപിച്ചിരിക്കാം. എന്തെങ്കിലും കാര്യത്തിൽ എന്നോട് അനിഷ്ടം തോന്നിയിരിക്കാം. അതുമല്ലെങ്കിൽ എന്തെങ്കിലും എന്നോട് സന്തോഷിച്ചിട്ടുമാകാം. അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ വിമർശിക്കാനോ അതിൻ്റെ കാരണം കണ്ടുപിടിക്കുവാനോ ഞാൻ ഒരുക്കമല്ല. അതിനെ നിധിക്കുകയുമില്ല. അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ ഞാൻ ശിരസാ വഹിക്കും. അദ്ദേഹം ഇത് കൈകേയിയോട് വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാക്ക് സത്യമാക്കി തീർക്കേണ്ടത് എൻ്റെ കടമയാണ്. അദ്ദേഹം ധർമ്മത്തിൻ്റെ പ്രതീകമാണ്. നീയും ഞാനും എൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കണം. അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. അമ്മേ, അങ്ങനെയുള്ള എൻ്റെ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ എന്നോടൊപ്പം കാട്ടിലേക്ക് വരമെന്ന് പറയുവാൻ അമ്മയ്ക്ക് എങ്ങനെ കഴിഞ്ഞു? അമ്മേ, എന്നെ പോകുവാൻ അനുവദിക്കൂ. ഞാൻ അച്ഛൻ്റെ വാക്ക് പാലിക്കട്ടെ. എന്നെ അനുഗ്രഹിക്കൂ. ഞാൻ വനവാസം പൂർത്തിയാക്കി വന്നുകൊള്ളാം. രാജ്യം ഭരിക്കുവാൻ അത്ര പ്രധാനമല്ല. അതിനുവേണ്ടി ഞാൻ എൻ്റെ സൽപ്പേര് ബലി കഴിക്കില്ല. അവ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നിൻ്റെ പ്രതിഫലം എത്രയോ നിസ്സാരം. മറ്റതാണെങ്കിൽ എന്ന് നേരെ സ്വർഗത്തിലേക്ക് എത്തിക്കും. മാത്രമല്ല, അതുകൊണ്ട് എനിക്ക് ശാശ്വതമായ കീർത്തിയും വന്നു ചേരും. അമ്മേ, എന്നെ പോകുവാൻ അനുവദിക്കും. ദണ്ഡകാരണ്യത്തിലേക്ക് പോകുവാനുള്ള തൻ്റെ തീരുമാനത്തിൻ്റെ ഔചിത്യത്തെപ്പറ്റി അവരെ ബോധ്യപ്പെടുത്തുവാൻ രാമൻ ശ്രമിച്ചു. അദ്ദേഹം അമ്മയെ പ്രദക്ഷിണം വെച്ചു. ലക്ഷ്മണനാകട്ടെ അത് ബോധ്യപ്പെടാനോ സമാധാനം കൈവരിക്കാനോ കൂട്ടാക്കിയില്ല. രാജവെമ്പാലയെ പോലെ ചീറ്റിയും കോപത്താൽ കണ്ണുതടുത്തും നിൽക്കുന്ന തൻ്റെ അനുജൻ്റെ നേരെ രാമൻ നോക്കി. സഹോദര സ്നേഹത്തിൻ്റെ ആധിക്യം മൂലം ലക്ഷ്മണൻ ഈ അനീതി സഹിക്കുവാൻ കഴിഞ്ഞില്ല. രാമൻ്റെ വാക്കുകളൊന്നും അദ്ദേഹം ചെയ്തുകൊണ്ടില്ല. സ്നേഹപൂർവ്വം ലക്ഷ്മണൻ്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് രാമൻ പറഞ്ഞു, ലക്ഷ്മണ, ഈ കടും കോപം അടക്കൂ. കോപത്തിന് അടിമപ്പെടാതിരിക്കൂ. പരിതസ്ഥിതിയെക്കുറിച്ച് ആലോചിക്കൂ. ശാന്തനാവൂ. മനസ്സിൻ്റെ സമനില പാലിക്കുവാൻ ശ്രമിക്കൂ. കിരീടധാരണത്തെപ്പറ്റിയുള്ള ചിന്ത കൈവിടൂ. എനിക്ക് വേണ്ടി നിരാശ കൈവിടൂ. സ്വാർത്ഥരഹിത നാവു എൻ്റെ വാക്ക് അനുസരിക്കൂ. ഞാൻ അഭിഷക്തനാവുമെന്നറിഞ്ഞപ്പോൾ നിന്റെ മനസ്സിലുണ്ടായ അതേ ഉത്സാഹം ഇപ്പോഴും നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ. ശരിയായ പ്രവൃത്തിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. എൻ്റെ കിരീടധാരണം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ ചെറിയമ്മയ്ക്ക് സന്തോഷമാകണം. അവളുടെ കൽപ്പനകൾ ഞാൻ സസന്തോഷം നിർവഹിക്കുമെന്ന് അവൾക്ക് ബോധ്യമാവണം. അവളുടെ ആഗ്രഹങ്ങൾ സഫലമാവുമെന്ന് അവൾക്ക് ഉറപ്പ് കൊടുക്കണം. അച്ഛനെയോ അമ്മമാരെയോ ഞാൻ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എൻ്റെ അച്ഛനായ രാജാവ് ഒരിക്കൽ പോലും അസത്യം പറഞ്ഞിട്ടില്ല. ഈ സംഭവം അദ്ദേഹത്തിൻ്റെ സ്വർഗപ്രാപ്തിക്ക് തടസ്സമാവരുത്. അദ്ദേഹത്തിൻ്റെ വാക്കു പാലിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അതെന്നെ മറ്റെന്തിനേക്കാളും വേദനിപ്പിക്കും. അതെനിക്ക് സഹിക്കാൻ വയ്യാതെയാവും. കിരീടധാരണത്തെപ്പറ്റിയുള്ള എല്ലാ ചിന്തയും ഉപേക്ഷിച്ച് സന്തുഷ്ട മനസ്സോടെ കാട്ടിലേക്ക് പോകുവാൻ ഞാൻ ഉറച്ചു കഴിഞ്ഞു. കൈകേയി യാതൊരു തടസ്സവും കൂടാതെ ഭരതന് കിരീടധാരണം ചെയ്യാം. മരവരിയും മാധൂരും ധരിച്ച് ഞാൻ കാട്ടിൽ പോകും. എൻ്റെ അച്ഛനെ നിർദോഷിയാക്കാനായി എനിക്കുടൻ ഇവിടെ വിടണം. അല്പനേരത്തേക്ക് രാമൻ ചിന്താമഗ്നനായി. തോളുകളൊന്ന് കുലുക്കിക്കൊണ്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, ലക്ഷ്മണ, ഇന്നത്തെ സംഭവ പരമ്പരകളും എനിക്ക് കിരീടധാരണം നടത്തുവാനുള്ള രാജാവിൻ്റെ ഇന്നലത്തെ തീരുമാനവും ആലോചിക്കുമ്പോൾ നമ്മുടെ ഭാഗ്യങ്ങൾ നിദാനം വധിക്കുകയാണെന്ന് എനിക്ക് തോന്നും. നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മഫലങ്ങൾ നമ്മെക്കൊണ്ട് അനുഭവിക്കുന്ന വിധിയാണ്. എന്നെ ഈ ഭാഗ്യപരീതത്തിന് കാരണം മുജ്ജന്മത്തിൽ ഞാൻ ചെയ്ത ഏതോ കർമ്മത്തിൻ്റെ ഫലമാവണം. അതല്ലെങ്കിൽ എന്നെ വേദനിപ്പിക്കുവാൻ കൈകേയിക്ക് എങ്ങനെ തോന്നി? രാജ്ഞിയുടെ ഈ സ്വഭാവമാറ്റത്തിന് വിധി
എന്നെ എല്ലാത്തിനും മാറ്റുന്നതെന്ന് പറയാൻ വഴിയില്ല. ലക്ഷ്മണ, എല്ലാ അമ്മമാരോടും എനിക്ക് പ്രിയമാണെന്ന് നിനക്കറിയാം. അവരെ എല്ലാവരെയും ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാം. കൈകേയിയാണെങ്കിൽ ഒരു തവണ പോലും എന്നെയും ഭരതനെയും തമ്മിൽ വ്യത്യാസം കാണിച്ചിട്ടില്ല. ഇന്നവളുടെ വാക്കുകൾ എത്ര ക്രൂരമായിരുന്നു, വേദനാജനകവുമായിരുന്നു. അവളാണെന്ന് പറഞ്ഞതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. എൻ്റെ സൗഭാഗ്യത്തിൽ പെട്ടെന്നുണ്ടായ ഈ മാറ്റം വിധി വിപരീയം തന്നെ, അതെനിക്കുറപ്പാണ്. എപ്പോഴും സൽസ്വഭാവം കാണിച്ചിരുന്ന കൈകേയി എപ്പോഴും ഒരു രാജകുമാരിയെപ്പോലെ പെരുമാറിയിരുന്നവൾ, വിനയത്തിനും മധുര സ്വഭാവത്തിനും സുപ്രസിദ്ധനായ അവൾ, ആ കൈകേയിയാണ് ഇത്രയും വ്യത്യസ്തയായി കാണപ്പെട്ടത്. ലക്ഷ്മണ, വിദ്യാവിഹീനനും നിരീക്ഷിതവുമായ ഒരു സാധാരണക്കാരി എന്ന പോലെയാണ് അവൾ പെരുമാറിയത്. അവളുടെ നാഥൻ്റെ മുമ്പിൽ വെച്ചാണ് അവൾ ഇപ്രകാരം പറഞ്ഞത്. ഇതിനാണ് തലയിലെഴുത്ത് എന്ന് പറയുന്നത്. മനുഷ്യജീവിതത്തിൽ ചില സംഭവങ്ങൾക്കൊന്നും അർത്ഥം കണ്ടുപിടിക്കുവാനാവില്ല. ലാലടിക്കില്ലതാരേക്ക പരിശ്രമാംശ നശ്യകതേ എന്നേ ഇതിന് പറയുവാനുള്ളൂ. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. വിധിയെ തടുക്കുവാൻ മനുഷ്യന് സാധ്യമല്ല. വിധിയുടെ പ്രവൃത്തികളെപ്പറ്റി ന്യായം നോക്കി വിധി കൽപ്പിക്കുവാൻ മനുഷ്യന് കഴിവില്ല. വിധിയുടെ മുമ്പിൽ അയാൾ നിസ്സഹായനാണ്. സുഖം, ദുഃഖം, രോഗം, ലാഭം, ഛേദം, ജനനം, മരണം ഇവയോടൊക്കെ കാരണം കണ്ടുപിടിക്കുവാൻ വിഷമമാണ്. ഇന്ദ്രിയ നിഗ്രഹം സാധിച്ച ഋഷിമാർ പോലും വിധിനിക്ക് അധീരനാണ്. അവർ പലപ്പോഴും ദൈനംദിന കൃത്യങ്ങൾ വിസ്മരിക്കുകയും കാമക്രോധാദികൾക്ക് അധീനരാകുകയും ചെയ്യുന്നു. അവർ സമ്പാദിച്ചതെല്ലാം അവർക്ക് നഷ്ടപ്പെടുന്നു. സദുദ്ദേശത്തോടെ തുടങ്ങിയ പലതും അവിചാരിതമായി തടസ്സപ്പെടുന്നു. അത് വിധിയുടെ കളിയാണ്. ഇപ്പോൾ നമുക്ക് വന്നു ചേർന്നിരിക്കുന്നതിന് കാരണം വിധിയാണ്. എന്നാലും ഞാനതിൽ ആകുലനല്ല. നീയും അപ്രകാരമാവണം. എൻ്റെ കിരീടധാരണത്തിനായി സംഭവിച്ചിട്ടുള്ള ജലത്തിൽ ഞാൻ വനവാസത്തിനുള്ള പുണ്യസ്നാനം നടത്തും. അഥവാ ഞാൻ എന്തിനീ രാജകീയ പദവിയുടെ മുദ്ര പങ്കിടുന്നു? പ്രിയ സഹോദര, രാജലക്ഷ്മിയുടെ ചാവലത നിന്നെ ബാധിക്കുവാൻ അനുവദിക്കരുത്. ഇഹലോക ചിന്ത വെടിഞ്ഞ് കാട്ടിൽ ചുറ്റാനാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നത്. രാജഭരണത്തിൽ ഒരു 100,000 ശല്യങ്ങളുണ്ട്. ലക്ഷ്മണൻ തലയും താഴ്ത്തി എല്ലാം കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹം തലയും താഴ്ത്തി നിന്നു. അപ്പോഴും അദ്ദേഹം കുപിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുരികങ്ങൾ വളഞ്ഞു. അദ്ദേഹം സർപ്പത്തെ പോലെ നെടുവീർപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മുഖം ഭീകരമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങയോട് യോജിക്കുന്നില്ല. ഒരു സ്ത്രീയുടെ അദൃഷ്ടമലുണ്ടായ ഈ പ്രവൃത്തിയെ വിധി എന്നാണ് അങ്ങേക്ക് പറയുവാൻ കഴിയുന്നു. ദുരമുഖത്തെ അവൾ രാജാവിനെ പോലും അതിന് സമ്മതിപ്പിച്ചിരിക്കുന്നു. ഇതൊരു അരുണിയും അങ്ങ് കാണുന്നില്ലേ? അത് വെറും വിധിയാണെന്ന് അങ്ങ് പറയുകയാണ്. ധർമ്മിഷ്ഠർ ആരാണ് നടിക്കുന്നത് ചിലരുണ്ട്, എന്നാൽ ഉള്ളിൽ മഹാദുഷ്ടതയാണ്. അവർ വഞ്ചന കൊണ്ട് അങ്ങേ ഈ നാട് കടത്തലിന് വിധേയനാക്കിയിരിക്കുകയാണ്. എനിക്കിതിൽ സംശയമില്ല. അല്ലെങ്കിൽ ഈ 2 വരങ്ങൾ അനുവദിക്കുന്ന കാര്യം ഇത്രയും കാലം നീട്ടിക്കൊണ്ടുപോയത് എന്തിനാണ്? എത്രയോ മുമ്പ് ചെയ്യണമായിരുന്നു. ഇത് വെറും ഒരു മുടന്തിൻ ന്യായമാണ്. അങ്ങേ പുറത്തു ചാടിക്കുവാനുള്ള ഗൂഢതന്ത്രമാണിത്. അച്ഛനായ രാജാവിനെ അനുസരിക്കുക എന്ന ന്യായേനെ അങ്ങ് അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. കൈകേയിയുടെ ആഗ്രഹത്തെ വിഗണിച്ച് അങ്ങ് സിംഹാസനരൂഢനാവണമെന്നാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. രാജാവ് ഒരു കാമാസക്തനാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ധർമ്മവിരുദ്ധമാണ്. അങ്ങുള്ളപ്പോൾ ഭരതനെ കിരീടധാരണം ചെയ്യുവാൻ അദ്ദേഹത്തിന് അവകാശമില്ല. ലോകർ അദ്ദേഹത്തെ നോക്കി ചിരിക്കും. തനിക്കെതിരെ വരുന്നതെല്ലാം വിനയത്തോടുകൂടി സ്വീകരിക്കുക ബലഹീനരാണ്. ദുർഭാഗ്യങ്ങളെ അവർ വിധിയായി സങ്കല്പിക്കുകയും ചെയ്യുന്നു. മറിച്ച് തൻ്റെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും തരണം ചെയ്യുവാനുള്ള വഴികളെ കണ്ടെത്തുകയാണ് ഒരു ധീരൻ ചെയ്യുക. വിധിയുടെ മുമ്പിൽ നിസ്സഹായാവസ്ഥയാകുന്ന നിലയാണ് അങ്ങിപ്പോൾ അനുവർത്തിക്കുന്നത്. ശൗര്യം വിധിയെ എങ്ങനെ കീഴടക്കുമെന്ന് ലോകർ കാണട്ടെ. കിരീടധാരണം നടക്കട്ടെ. എൻ്റെ കയ്യൂക്കിന് അങ്ങയുടെ വിധിയേക്കാൾ ശക്തി ഉണ്ടെന്ന് അങ്ങയുടെ അനുവാദമുണ്ടെങ്കിൽ ഞാൻ തെളിയിച്ചു തരാം. അങ്ങയുടെ അച്ഛനൊഴിച്ച് മറ്റാരും തന്നെ അങ്ങയുടെ കിരീടധാരണത്തിന് തടസ്സം നിൽക്കില്ല. അഷ്ടദിക്പാലന്മാരായ ദേവന്മാർ പോലും. രാജാവും അദ്ദേഹത്തിൻ്റെ യുവതിയായ ഭാര്യയും അങ്ങയുടെ നേരെ ഗൂഢാലോചന നടത്തിയിരിക്കുകയാണ്. അവരെയാണ് നാട് കടത്തേണ്ടതും ദണ്ഡകാരണത്തിൽ അയക്കേണ്ടതും. ഞാൻ അങ്ങയോടൊപ്പം നിന്ന് കിരീടധാരണം നടക്കുമോ എന്ന് നോക്കട്ടെ. നടക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. എൻ്റെ പ്രിയ ജ്യേഷ്ഠ, ഈ കൈകൾ കുറിക്കൂട്ട് പൂശാനുള്ളത് മാത്രമല്ല, അവ എൻ്റെ ശരീരത്തിന് അലങ്കാരങ്ങളുമല്ല. ഈ വില്ല് എനിക്ക് ഒരു ആഭരണമല്ല. എൻ്റെ ഈ വാൾ ഒരു ഭൂഷണമല്ല. ഈ അസ്ത്രങ്ങൾ എനിക്ക് കുത്തി നടക്കുവാനുള്ളതുമല്ല. അവ ശത്രുക്കളെ നശിപ്പിക്കുവാനുള്ളതാണ്. അവയെ വേണ്ടുപോലെ ഉപയോഗിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ കോപിച്ചാൽ ഇന്ദ്രന് പോലും എന്നെ തടുക്കുവാനാവില്ല. കോസല രാജ്യത്തിലെ യുവരാജാവായി അങ്ങയെ കിരീടധാരണം ചെയ്യുവാനുള്ള എൻ്റെ ഉദ്യമം എത്ര മേന്മയോടെ ഞാൻ നേടുമെന്ന് കാണുക. ക്ഷീണിതവും ദുഃഖിതവുമായ മുഖഭാവത്തോടെ നിൽക്കുകയായിരുന്നു രാമൻ. സൂര്യോദയത്തിന് ശേഷം നടന്ന പല സംഭവങ്ങളും അദ്ദേഹത്തെ ദുഃഖിതനാക്കിയിരുന്നു. അവയ്ക്കെല്ലാം മേലെയാണ് ഇതെന്ന് അദ്ദേഹത്തിന് തോന്നി.
സിംഹാസനം തനിക്കിപ്പോൾ നൽകിയിരിക്കാൽ തന്നെ താൻ അത് സ്വീകരിക്കാൻ തയ്യാറല്ലെന്ന് ലക്ഷ്മണനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ലക്ഷ്മണൻ്റെ കണ്ണുനീർ അദ്ദേഹം തുടച്ചു. സമാധാനിപ്പിക്കുവാൻ നല്ല വാക്കുകൾ പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നോട് ആദ്യവും അവസാനവുമായി പറയട്ടെ. ഞാൻ അച്ഛൻ്റെ കൽപ്പന ശിരസാ വഹിക്കുവാൻ ഉറച്ചു കഴിഞ്ഞിരുന്നു. ഇതാണ് എൻ്റെ പരമമായ ധർമ്മമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ എൻ്റെ മനസ്സ് മാറ്റില്ല. ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കും. ദയവായി ഈ കോപം അടക്കും. ഇതുകൊണ്ടൊരു പ്രയോജനവുമില്ല. എനിക്ക് വേണ്ടി സിംഹാസനത്തിന് പൊരുതുവാൻ ഞാൻ നിന്നെ അനുവദിക്കുകയില്ല. ഞാനത് സമ്മതിക്കില്ല. രാജാവിനെ ദുഷിച്ചു പറയുന്നതും ഞാൻ അനുവദിക്കുകയില്ല. സത്യം സ്വീകരിക്കും, അതിന് ശ്രമിക്കും. എനിക്ക് പോവാതെ നിവൃത്തിയില്ല. ഞാൻ പോവുക തന്നെ ചെയ്യും. രാമൻ വനത്തിലേക്ക് പോകുവാൻ ഉറച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് കൗസല്യയ്ക്ക് ബോധ്യമായി. തൻ്റെ ആവലാതികളൊന്നും അദ്ദേഹം ചെവികൊള്ളുന്നില്ലെന്നും മനസ്സിലായി. ദുഃഖത്താൽ വിതുമ്മിക്കൊണ്ട് അവൾ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, ദശരഥ ചക്രവർത്തിയുടെ പുത്രൻ കാട്ടിലൊരു ഭിക്ഷുവിനെ പോലെ ജീവിക്കുക എന്നത് എനിക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല. ഇനി മുതൽ അവന് കായ്കളും കനികളും ഭക്ഷിക്കേണ്ടി വരും. ദശരഥൻ രാമനെ കാട്ടിലേക്ക് നാട് കടത്തിയെന്ന് കേട്ടാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? തൻ്റെ ജീവന് തുല്യമായ രാമനെ നീ പറയും പോലെ എല്ലാറ്റിനും വലുതും വിധി തന്നെയാണ്. കാരണം എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ രാമൻ കാട്ടിൽ വസിക്കേണ്ട ഗതികേട് വന്നുകൂടിയല്ലോ. നിന്നിൽ നിന്നുള്ള ഈ വേർപാട് സഹിച്ചിരിക്കുവാൻ എനിക്ക് കഴിയില്ല. ഉണങ്ങിയൊരു കാടിനെ കാട്ടുതീ കത്തിക്കും പോലെ ഈ ദുഃഖം എന്നെ ദഹിപ്പിക്കും. നിന്നോടൊപ്പം എന്നെയും കൊണ്ടുപോകും. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ പിന്തുടരാം. കണ്ണുനീർ മുങ്ങിക്കുളിച്ച അമ്മയുടെ മുഖത്തേക്ക് രാമൻ നോക്കി. അദ്ദേഹം പറഞ്ഞു, അമ്മേ, എൻ്റെ പിതാവ് കൈകേയിയിൽ വഞ്ചിതനായിരിക്കുന്നു. അദ്ദേഹം മഹായുദ്ധം അനുഭവിക്കുകയാണ്. എന്നിൽ നിന്നുള്ള ഈ വേർപാട് സഹിക്കാനാവാതെ അദ്ദേഹം ദീർഘകാലം വേണ്ടിവരും. അമ്മയും കൂടി അദ്ദേഹത്തെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം വന്നാൽ അദ്ദേഹത്തിന് ജീവിക്കുവാനാവില്ല. അമ്മേ, പതിവ്രത ധർമ്മത്തെപ്പറ്റി ഞാൻ അമ്മയോട് പറയേണ്ടതില്ലല്ലോ. എൻ്റെ പിതാവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തോടൊപ്പം താമസിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷിക്കേണ്ടത് അമ്മയുടെ കടമയാണ്. അതാണ് അമ്മയുടെ ധർമ്മം. വളരെ പ്രയാസപ്പെട്ട് കൗസല്യ സ്വയം നിയന്ത്രിച്ചു. ഉറച്ച സ്വരത്തിൽ അവൾ പറഞ്ഞു, രാമ, നീ പറയുന്നത് ശരിയാണ്. നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. ഞാൻ രാജാവിനോടൊപ്പം താമസിക്കാം. അത് അദ്ദേഹത്തിന് എത്രയും ആശ്വാസമായിരിക്കും. രാമൻ തുടർന്നു, അമ്മേ, ഈ 9ഉം 5ഉം കൂടിയ 14 വർഷങ്ങൾ വളരെ വേഗം കഴിയും. ഞാൻ മടങ്ങി വരികയും ചെയ്യും. യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വനവാസം എനിക്കൊരു വിനോദമായാണ് തോന്നുന്നത്. ഞാൻ വളരെ വേഗം തന്നെ മടങ്ങി വരുമെന്ന് ആശ്വസിച്ചോളൂ. അമ്മ എന്നോടൊപ്പം വന്നാൽ രാജാവ് ഒറ്റയ്ക്കാവും. അത് ശരിയല്ല. ഒരു സ്ത്രീയുടെ സ്ഥാനം അവളുടെ നാഥനും പതിയുമായ ഭർത്താവിൻ്റെ അടുത്താണ്. വേണ്ട സമയത്ത് അമ്മ രാജാവിനെ ഉപേക്ഷിക്കരുത്. ഒരു കാര്യം ഞാൻ അമ്മയോട് ഉറപ്പിച്ചു പറയാം. ഭരതൻ ധർമ്മിഷ്ഠനും ശ്രേഷ്ഠനുമായ ഒരു യുവാവാണ്. അവൻ ധർമ്മമാർഗത്തിലേക്ക് ചരിക്കും. അവൻ അമ്മയെ നല്ലതുപോലെ നോക്കും. എല്ലാ പ്രകാരത്തിലും സന്തോഷിപ്പിക്കുകയും ഞാൻ പോയി കഴിയുമ്പോൾ എൻ്റെ അച്ഛൻ കഠിന ദുഃഖം അനുഭവിക്കും. അമ്മ അദ്ദേഹത്തെ സ്വാതന്ത്ര്യപ്പെടുത്തണം. അദ്ദേഹത്തിൻ്റെ ദുഃഖത്തെ സഹിക്കേണ്ടതെന്ന നില വരുത്തണം. ആ ദുഃഖം പങ്കിടാൻ അമ്മ ഒപ്പം വേണം. ആവുന്നതും ലഘൂകരിക്കാൻ ശ്രമിക്കുകയും വേണം. കണ്ണുകളിൽ വെള്ളം നിറച്ചുകൊണ്ടാണ് രാമൻ ഇത്രയും പറഞ്ഞത്. കൗസല്യ പറഞ്ഞു, വിധി എനിക്ക് വിപരീതമാകിയാൽ നിന്റെ മനസ്സ് മാറ്റുവാൻ എനിക്ക് കഴിയുന്നില്ല. നിന്റെ യാത്ര മംഗളമാവട്ടെ. യാത്രയാവുക. എൻ്റെ അനുവാദമിതാ. നിനക്ക് സൗഭാഗ്യം മാത്രം വന്നു ചേരട്ടെ. നീ തിരിച്ചു വരുന്നത് ഞാൻ കാത്തിരിക്കും. ധർമ്മശാസനങ്ങൾ പിന്തുടർന്ന് നീ എൻ്റെ അടുക്കൽ തന്നെ മടങ്ങിയെത്തും. നീ എന്നെ സുഖിയാക്കും. വിധി വിപരീതമല്ലായിരുന്നെങ്കിൽ നീ തീർച്ചയായും എന്നെ അനുസരിക്കുമായിരുന്നു. പോവും എൻ്റെ കുഞ്ഞെ, സുഖമായും സന്തോഷമായും മടങ്ങി വരും. നിന്റെ പ്രിയ ശബ്ദം ഞാൻ കേൾക്കും. നിന്നെ കൂടാതെ കഴിയേണ്ട നാളുകളെല്ലാം എനിക്ക് വേദനയും ഞാൻ മറക്കും. രാമ, ഇനി താമസിക്കാതെ യാത്രക്കൊരുങ്ങിക്കൊള്ളൂ. ദൃഢതയോടും അർപ്പണ ബുദ്ധിയോടും കൂടി നീ ആചരിച്ചു വരുന്ന ധർമ്മം നിന്നെ കാക്കട്ടെ. നീ പൂജിച്ചു വരുന്ന ദേവന്മാർ നിന്നെ വനത്തിൽ രക്ഷിക്കും. ശ്രേഷ്ഠനായ വിശ്വാമിത്രൻ നിനക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ള അസ്ത്രങ്ങൾ നിന്നെ സംരക്ഷിക്കട്ടെ. മരുത്തുക്കൾ, ദാതാപിതാക്കന്മാർ, പുഷ്പാവ്, ഭഗൻ എന്നിവരോടെല്ലാം സഹായത്തിനായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്ദ്രനാൽ നയിക്കപ്പെട്ട് ദിക്പാലകന്മാർ നിനക്ക് വേണ്ട രക്ഷ നൽകട്ടെ. നിന്റെ മാർഗം എന്നും വിജയപ്രദമാവട്ടെ. കൗസല്യ ഹവിസിനും വെണ്ണയും നെയ്യും കലർത്തി അഗ്നിയിൽ ഹോമിച്ചു. പുത്രൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അവൾ പറഞ്ഞു, സ്വർഗാധിപനായ ഇന്ദ്രൻ വ്രതനോടും യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അങ്ങനെയുള്ള അനുഗ്രഹം നിന്നിലും ചൊരിയട്ടെ. ഗരുഡൻ അമൃത്യനായി സ്വർഗത്തിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയായ വിനുത
പരിശ്രമവും സഫലമാക്കുവാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം നിനക്കും ലഭിക്കട്ടെ. ദേവാസുരന്മാർ തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ അതിഥിപുത്രനായ ഇന്ദ്രന് തൻ്റെ അനുഗ്രഹങ്ങൾ നൽകി. എൻ്റെ പുത്ര, ആ അനുഗ്രഹം നിനക്കും ലഭിക്കട്ടെ. 3 ലോകവും യാചിക്കുവാൻ വേണ്ടി വാമനൻ ബലിയുടെ യാഗത്തിന് പോയപ്പോൾ അതിഥി അദ്ദേഹത്തെ അനുഗ്രഹിച്ചതുപോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കുഞ്ഞെ, കാടും കാട്ടിലുള്ള സകലതും നിനക്ക് നന്മയ്ക്ക് മാത്രമായി ഭവിക്കട്ടെ. പ്രാർത്ഥനകൾ കൊണ്ട് അവൻ്റെ തൻ്റെ ദുഃഖം നിയന്ത്രിച്ചു. ശാന്തഭാവത്തിൽ കൗസല്യ രാമൻ്റെ നെറ്റിയിൽ തിലകം ചാർത്തി, കൈത്തണ്ടയിൽ രക്ഷ കെട്ടി. അവൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, പൊയ്ക്കൊള്ളൂ എൻ്റെ കുഞ്ഞെ, എൻ്റെ അടുത്ത് മടങ്ങി വരികയും ചെയ്യൂ. നിനക്ക് രോഗം ബാധിക്കാതിരിക്കട്ടെ. അയോധ്യരുടെ വീഥികളിൽ നീ വീണ്ടും നടക്കുന്നത് കാണുവാൻ ഞാൻ കാത്തിരിക്കും. ഈ 14 വർഷങ്ങൾ കഴിഞ്ഞ് ഇക്ഷ്വാകു വംശത്തിലെ സിംഹാസനത്തിൽ നീ ഇരിക്കുന്നത് ഞാൻ കാണും. അതിലെനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ പ്രാർത്ഥന നിഷ്ഫലമാവില്ല. നീ ഇനിയും എന്നോട് ഒത്തുചേരും. കണ്ണീരൊഴുകിക്കൊണ്ട് കൗസല്യ സ്വസ്ഥവിജനം മുഴുമിച്ചു. അവൾ വീണ്ടും രാമനെ ആശ്ലേഷിച്ചു. രാമൻ അവളെ നമസ്കരിച്ചു. അവളുടെ പാദങ്ങൾ പിടിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ പാദാംശകൾ അദ്ദേഹം ശിരസിൽ വെച്ചു. പിന്നോക്കം തിരിഞ്ഞു നോക്കാതെ അമ്മയുടെ അടുത്ത് നിന്ന് അദ്ദേഹം പോവുകയും ചെയ്തു. അമ്മയോട് യാത്ര പറഞ്ഞ രാമൻ അയോധ്യ നഗരിയുടെ വീതിയിൽ പ്രവേശിച്ചു. അദ്ദേഹം സ്വന്തം കൊട്ടാരത്തിലേക്കാണ് പോയത്. സീതയെ കാണുവാൻ അദ്ദേഹത്തിന് ധൃതിയായി. കൊട്ടാരത്തിൽ നടന്ന സംഭവങ്ങളൊന്നും സീത അറിഞ്ഞിരുന്നില്ല. നടക്കാനിരിക്കുന്ന കിരീടധാരണത്തെ കുറിച്ചുള്ളോ അവൾക്ക് നടക്കുവാനിരിക്കുന്ന കിരീടധാരണത്തെപ്പറ്റിയോ അവൾ ചിന്തിച്ചുള്ളൂ. കുടുംബത്തിലെ ധർമ്മദൈവങ്ങൾക്കുള്ള നിത്യപൂജ ചെയ്യുകയായിരുന്നു അവൾ. അതിനുശേഷം തൻ്റെ പ്രിയനായ രാമൻ്റെ വരവ് അവൾ കാത്തിരുന്നു. രാമൻ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. അവിടെ വളരെ ജനങ്ങൾ തടികൂടിയിരുന്നു. രാമൻ പെട്ടെന്ന് ചിന്താതീതനായി. അദ്ദേഹത്തിൻ്റെ മുഖത്തെ പരിഹാസം നഷ്ടപ്പെട്ടു. ശിരസ് അല്പം താഴ്ത്തിക്കൊണ്ട് അദ്ദേഹം അന്തഃപുരത്തിലേക്ക് നടന്നുപോയി. സീത അവിടെ ഇരിക്കുകയായിരുന്നു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് രാമൻ്റെ നേരെ നോക്കി. അദ്ദേഹത്തിൻ്റെ മുഖം ഉത്കണ്ഠാപൂർണമായിരുന്നു. പതിവ് പോലെയുള്ള ഉന്മേഷം ആ മുഖത്ത് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ദുഃഖിതനും വിഷണ്ണനുമായി കാണപ്പെട്ടു. തൻ്റെ മനസ്സിൽ പൊന്തി വന്ന ദുഃഖത്തെ അവളിൽ നിന്ന് മറച്ചു വയ്ക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്തിനെപ്പറ്റിയോ രാമൻ്റെ മനസ്സ് തകിടം മറിഞ്ഞതായി സീതയ്ക്ക് തോന്നി. ആ മന്ദഹാസം അദ്ദേഹത്തിൻ്റെ മുഖത്തില്ല. അദ്ദേഹം എന്തിനെയോ കോപിച്ചിരിക്കുകയാണെന്ന് തോന്നി. ശരീരം വിയർത്ത് കുളിച്ചിരുന്നു. പരിഭ്രമത്തോടുകൂടി സീത അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, പ്രാണനാഥ, എന്താണ് അങ്ങേക്ക് പറ്റിയത്? ഇത്ര വിഷാദവും കോപവും ദുഃഖവും അങ്ങേക്ക് എങ്ങനെ വന്നുകൂടി? കിരീടധാരണത്തിനുള്ളതായി തോന്നുന്നില്ല. എനിക്ക് മാത്രമായി അങ്ങ് നീക്കിവെച്ചിട്ടുള്ള ആ മന്ദഹാസം ഇന്ന് അങ്ങയുടെ മുഖത്ത് കാണുന്നില്ലല്ലോ. അങ്ങയുടെ മുഖം ഈ വിധത്തിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അങ്ങേ ഇത്ര കടുത്ത് കാണുവാൻ എന്താണ് കാരണം? എനിക്ക് അങ്ങയെപ്പറ്റി ഭയം തോന്നുന്നു. അങ്ങയെ വിഷമിക്കുന്നത് എന്താണെന്ന് എന്നോട് പറയും. രാമൻ ഒന്നും മിണ്ടാതെ ഒരു നിമിഷം നിന്നു. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, സീതേ, വന്ധ്യനായ എൻ്റെ പിതാവ് ഇന്ന് എന്നോടൊരു കാട്ടിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ധർമ്മിഷ്ഠതയ്ക്ക് പേർ കേട്ട മഹത്തായൊരു വംശത്തിൽ പിറന്ന ഭവതിക്ക് എൻ്റെ വാക്കുകൾ മനസ്സിലാക്കുവാൻ കഴിയും. എൻ്റെ മാർഗത്തിൽ എന്നും ചരിച്ചിട്ടുള്ള ഭവതിയോട് ഞാൻ സംഭവിച്ചത് എന്താണെന്ന് പറയാം. സത്യത്തിൻ്റെ സ്വരൂപം തന്നെയായ എൻ്റെ അച്ഛൻ തൻ്റെ ജീവനെ രക്ഷിച്ചത് എൻ്റെ ചെറിയമ്മ കൈകേയിക്ക് ഒരു സന്ദർഭത്തിൽ 2 വരങ്ങൾ നൽകിയിരുന്നു. അത്യുത്സാഹത്തോടും ആവേശത്തോടും കൂടിയാണ് എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി ഈ കിരീടധാരണം നടത്താൻ ഏർപ്പാട് ചെയ്തത്. അതിനിടയ്ക്ക് ആ 2 വരങ്ങൾ നൽകുവാൻ കൈകേയി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. രാജാവിന് വാക്കു പാലിക്കാതെ വയ്യല്ലോ. വരങ്ങൾ വളരെ ലഘുവാണ്. ഞാൻ 14 സംവത്സരം കാട്ടിൽ താമസിക്കണം. എൻ്റെ അനുജൻ ഭരതനെ യുവരാജാവായി കിരീടധാരണം ചെയ്യിക്കണം. അതുകൊണ്ട് കാട്ടിലേക്ക് പുറപ്പെടും മുമ്പായി ഭവതിയെ കണ്ട് യാത്ര പറയുവാൻ വന്നിരിക്കുകയാണ് ഞാൻ. സീതേ, ഭവതിക്ക് ഒരു ചെറിയ ഉപദേശം തരുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഭരതൻ്റെ മുമ്പിൽ വെച്ച് ഒരിക്കലും എന്നെപ്പറ്റി പ്രശംസിച്ച് പറയരുത്. അന്യന്മാരെ പ്രശംസിക്കുന്നത് കേൾക്കുവാൻ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ ഇഷ്ടപ്പെടുകയില്ല. രാജാവ് ഭരതനെ യുവരാജാവാക്കും. അദ്ദേഹത്തോട് സൂക്ഷിച്ചു പെരുമാറണം. ഞാനിതാ കാട്ടിലേക്ക് പുറപ്പെടുകയായി. ധൈര്യമായിരിക്കും. ക്ഷമയോടുകൂടി എൻ്റെ തിരിച്ചുവരവ് കാത്തിരിക്കും. ഞാൻ ദൂരെ ഇരിക്കുന്ന കാലത്ത് ഭവതി വ്രതാനുഷ്ഠങ്ങളും ഉപവാസങ്ങളും ചെയ്ത് എൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിച്ചും സമയം കഴിയുക. എൻ്റെ മാതാപിതാക്കളെ സദാ ശുശ്രൂഷിക്കുക. അമ്മയ്ക്ക് പ്രായം അധികമായിരിക്കുന്നു. എൻ്റെ വേർപാടിൽ അവൾക്ക് അതിയായ വേദനയുണ്ട്. അവളെ നിരന്തരം ഉപചരിക്കേണ്ടത് ഭവയുടെ കർത്തവ്യമാണെന്ന് കരുതി അവളെ പൂജിക്കണം. ദുഃഖിതരായ അവളെ ഉപേക്ഷിക്കരുത്. എൻ്റെ മറ്റമ്മമാരോടും ആദരപൂർവ്വം പെരുമാറണം. എൻ്റെ ജീവനേക്കാൾ പ്രിയമാണ് എനിക്ക് ഭരതനോടും ശത്രുഘ്നനോടും. അവരെ ഭവതിയുടെ സഹോദരന്മാരെ പോലെ തന്നെ പുത്രന്മാരെ പോലെയോ കരുതണം. അവരോട് പ്രീതിയും വാത്സല്യവും ഉണ്ടാവണം. ഒരു പ്രവൃത്തി കൊണ്ടും ഭരതനെ ഒരിക്കലും മോഷിപ്പിക്കരുത്.
അദ്ദേഹമായിരിക്കും ഭരണാധികാരി. നിയമം അനുശാസിക്കുന്ന രാജാവ് അദ്ദേഹമായിരിക്കും. ഭവതിയുടെ ഭക്തി കൊണ്ട് അദ്ദേഹം തൃപ്തനാവണം. രാജാവിനെ ഭയപ്പെടുകയും ആദരിക്കുകയും ചെയ്യാത്ത പക്ഷം അദ്ദേഹം കോപാവിഷ്ടനായി തീരും. ഇഷ്ടത്തിന് വിരോധമായി നിന്നാൽ ഒരു രാജാവ് തനിക്ക് പിറന്ന പുത്രന്മാരെ പോലും ഉപേക്ഷിക്കും. അതുകൊണ്ട് സീതെ ഭരതന് അനിഷ്ടമായ പഥാവിൽ കൂടി ശ്രദ്ധാപൂർവം ചരിക്കരുത്. അതേസമയം വ്രതാനുഷ്ഠാനങ്ങളും ഉപവാസങ്ങളുമായി സമയം ചെലവഴിക്കുക. അതെൻ്റെയും ഭവതിയുടെയും നന്മയ്ക്കായി തീരും. ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ പ്രിയമതയായ ഭവതി ഇവിടെ താമസിക്കണം. ഭവതി ഒരിക്കലും എന്നെയോ മറ്റുള്ളവരെയോ ദുഃഖിപ്പിച്ചിട്ടില്ല, അസന്തുഷ്ടി ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് പോലെ ഭവതി ഇവിടെ താമസിക്കണം. അങ്ങനെ എൻ്റെ ആഗ്രഹത്തിന് വഴങ്ങുകയും വേണം. സീത ഒന്നും മിണ്ടാതെ രാമൻ പറയുന്നത് മുഴുവൻ കേട്ടു. അദ്ദേഹം പറയുന്നത് നിർത്തിയപ്പോൾ അവൾ അദ്ദേഹത്തിൻ്റെ നേരെ നോക്കി. അവിടെ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലുള്ളത് പറയണമെന്ന് അവൾക്കറിയാമായിരുന്നു. അവളുടെ വിനീത സ്വഭാവം ഒരു മാന്ത്രിക ശക്തി എന്ന പോലെ അപ്രതീക്ഷിതമായി. അവളുടെ കണ്ണുകൾ ജ്വലിച്ചു. അവൾ ഇങ്ങനെ പറഞ്ഞു, രാമ, അങ്ങ് എന്താണ് പറയുവാൻ പോയത്? നമുക്ക് ഈ സംഭവിച്ചതെല്ലാം നിസ്സാരമാക്കി കളയുവാനാണോ അങ്ങ് ശ്രമിക്കുന്നത്? വെറും നിസ്സാര കാര്യമെന്ന മട്ടിൽ അങ്ങയുടെ ആദർശങ്ങൾ അനുഷ്ഠിക്കുമെന്ന് അങ്ങേ എന്നോട് കൽപ്പിക്കുന്നു. അങ്ങ് എന്നോട് ഇങ്ങനെ പറയുന്നത് എനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതിനാലാണോ? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്നെ ഇങ്ങനെ ശിക്ഷിക്കുവാൻ തക്കവണ്ണം ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്ത് മനോവിഷമാണ് ഞാൻ അങ്ങേക്ക് ഉണ്ടാക്കിയത്? എന്നെ ധർമ്മശാസ്ത്രം പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരു തരത്തിലാണ്. അച്ഛനായാലും അമ്മയായാലും സഹോദരനായാലും പുത്രനായാലും താൻ ചെയ്ത പുണ്യപാപങ്ങളുടെ ഫലം താൻ തന്നെ അനുഭവിച്ചു തീർക്കണമെന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പത്നിയെ സംബന്ധിച്ചാണെങ്കിൽ ഭർത്താവിൻ്റെ വിധി അഥവാ തലയിലെടുത്ത് എന്തായാലും അതിലൊരു പങ്ക് അവൾ വഹിക്കണമെന്നാണ്. ഭർത്താവിന് വന്നു ചേരുന്ന സമ്പത്തിലും ആപത്തിലും ഭാര്യയ്ക്കൊരു പങ്കുണ്ട്. അതനുസരിച്ച് ഭവാനെ കാട്ടിലേക്ക് അയക്കുവാൻ കൽപ്പിക്കുമ്പോൾ ഒപ്പം തന്നെ എന്നെയും കൽപ്പിച്ചു കഴിഞ്ഞു എന്നും ഭവാനോടൊപ്പം ഞാനും കാട്ടിൽ വസിക്കുമെന്നുമാണ് അർത്ഥം. ധർമ്മജ്ഞാനത്തിൽ പരിജ്ഞാത പ്രാജ്ഞനാണ് ഭവാൻ. അതിനെപ്പറ്റി ഞാൻ ഭവാനെ പഠിപ്പിക്കേണ്ടതില്ല. ഒരു സ്ത്രീക്ക് അവളുടെ പിതാവോ പുത്രനോ മാതാവോ സുഹൃത്തുക്കളോ അവളുടെ ആത്മാവ് പോലുമല്ല. അവളുടെ പതി മാത്രമാണ് സർവാശ്രയം. ഇതൊന്നും അറിയാത്ത പോലെ അങ്ങ് എന്നോടിങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? അങ്ങ് കാട്ടിൽ പോകുമ്പോൾ അങ്ങയുടെ മുമ്പിൽ നടന്ന് അങ്ങയുടെ കാലിൽ തട്ടാനിടയുള്ള കല്ലുകളും മുള്ളുകളും വഴിയിൽ നിന്നും മാറ്റി ഞാൻ വഴുതടിച്ചു കൊള്ളാം. രാമ, ദയവായി എന്നോട് കോപിക്കരുതേ. ഞാൻ അങ്ങയോട് കയർത്ത് പറയുന്നതിലും അങ്ങയുടെ ആജ്ഞ ലംഘിക്കുന്നതിലും ദയവായി എന്നോട് കോപിക്കരുത്. എന്നെയും കൂടെ കൊണ്ടുപോകണം. ഞാനൊരു ശല്യവും ചെയ്യില്ലെന്ന് ഇതാ ശപഥം ചെയ്യുന്നു. ഒരു സ്ത്രീക്കും ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ജീവിക്കുന്നതുകൊണ്ടോ ദേവന്മാരോടൊത്ത് സ്വർഗത്തിൽ വസിക്കുന്നതുകൊണ്ടോ അഷ്ടശൈന്തര സിദ്ധികൾ നേടി ആകാശത്തിൽ ചുറ്റി നടക്കുവാൻ കഴിയുന്നതുകൊണ്ടോ തൻ്റെ ഭർത്തൃസാമർത്ഥ്യത്തിൽ ഇരിക്കും പോലെ സുഖം ലഭിക്കുകയില്ല. എൻ്റെ അച്ഛനമ്മമാർ എന്നെ സദാചാര നീതി വേണ്ട പോലെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട പോലെ അറിയാമെന്ന് ഞാൻ സ്വാഭിമാനം പറയുന്നു. സിംഹ ഭ്രാതൃകളെപ്പോലെ ഭവനത്തിലേക്ക് ഞാൻ തീർച്ചയായും വരും. അങ്ങയെ ശുശ്രൂഷിക്കുവാൻ മാത്രമാണ് എൻ്റെ സുഖം. കൊട്ടാരത്തിലെ ആർഭാടങ്ങളിലൊന്നും എനിക്ക് ഭ്രമമില്ല. അങ്ങയോട് ഒന്നിച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിതൃഗ്രഹത്തിൽ താമസിക്കുന്ന പോലെയാണ് എനിക്ക് വനവാസം. 1000 പുഷ്പങ്ങളിൽ നിന്നുയരുന്ന സൗരഭ്യം ആസ്വദിച്ച് അങ്ങേ ഒന്നിച്ച് വനത്തിൽ ചുറ്റുന്നത് എനിക്ക് പരമാനന്ദമാണ്. അങ്ങൊരു പുരുഷ സിംഹമാണ്, എല്ലാവരുടെയും രക്ഷിതാവാണ്. ഏതു നിസാരനെയും അങ്ങ് ശ്രദ്ധിച്ചുകൊള്ളും. അപ്പോൾ ഞാനെന്തിനു വിഷമിക്കുന്നു? വനത്തിൽ എന്നെ സംരക്ഷിക്കുവാനുള്ള കഴിവ് അങ്ങേക്കില്ലേ? അങ്ങേ ഒന്നിച്ച് വനത്തിൽ വസിക്കുവാൻ ഞാൻ ഉറച്ചു കഴിഞ്ഞു. എൻ്റെ തീരുമാനത്തിൽ നിന്ന് എന്നെ പിന്തിരിക്കുവാൻ നോക്കണ്ട. ഞാനത് സമ്മതിക്കില്ല. എന്നെക്കൊണ്ട് അങ്ങേക്ക് ശല്യവും ഉണ്ടാവില്ല. ഞാനത് ഉറപ്പിച്ചു പറയാം. അങ്ങയോട് ഒന്നിച്ച് പുറപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നദികളുടെയും തടാകങ്ങളുടെയും ചെറുകുന്നുകളുടെയും ഇടയ്ക്ക് സമയം കഴിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആ സുന്ദരമായ ചുറ്റുപാടിൽ നമുക്ക് യഥേഷ്ടം ചുറ്റി നടക്കാം. അങ്ങോട്ടുള്ളപ്പോൾ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പോലെയാണ് എനിക്ക്. ചെറുതടാകങ്ങളുടെ താമരപ്പൂകൾ നമുക്കൊന്നിച്ചിരിക്കുന്നു. അതെല്ലാം നമുക്ക് ഒന്നിച്ച് കണ്ടു രസിക്കാം. തടാക ജലനിരപ്പുകളുടെ അരയന്നങ്ങൾ നീങ്ങി നിരങ്ങുന്നത് നമുക്ക് കാണാം. എനിക്ക് സ്വർഗപ്രാപ്തിക്കുള്ള ഏകമാർഗം അങ്ങയെ വിട്ടുപിരിയാതിരിക്കുകയാണ്. ആ വഴി പിന്തുടരുവാൻ ഞാൻ ഉറച്ചു കഴിഞ്ഞു. അങ്ങ് അനുഷ്ഠിക്കുന്ന എല്ലാ വ്രതങ്ങളും ഞാൻ അനുഷ്ഠിക്കും. ഞാൻ എപ്പോഴും അങ്ങയോടൊപ്പം കഴിച്ചുകൊണ്ട്. അങ്ങ് അരികത്തില്ല എങ്കിൽ സ്വർഗസുഖം പോലും എനിക്ക് ആവശ്യമില്ല. രാമ, എന്നെ അങ്ങ് ഒപ്പം കൊണ്ടുപോകണേ. എനിക്ക് അങ്ങയെ പിരിഞ്ഞു ജീവിക്കുവാൻ വയ്യ. അങ്ങ് ഒന്നിച്ചുണ്ടെങ്കിൽ വനവാസം എനിക്ക് ദുഷ്കരമല്ല. സീത പറഞ്ഞ വാക്കുകൾ രാമന് ഇഷ്ടപ്പെട്ടില്ല. അവളെ കൂടെ കൊണ്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അദ്ദേഹം അവളോട് വാദിച്ചു നോക്കി. വനത്തിൽ സഞ്ചരിക്കുന്നതിനുള്ള ദുർഘടങ്ങളെപ്പറ്റി അദ്ദേഹം പറഞ്ഞു. അവിരാമം കണ്ണുനീരൊഴുകിക്കൊണ്ടിരുന്ന സീതയെ സമാധാനിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. തൻ്റെ മൃദുവായ വിരൽ കൊണ്ട് അവളുടെ കണ്ണുനീർ തുടച്ച് അദ്ദേഹം പറഞ്ഞു, സീതേ, നീ ഒരു മഹാനായ മനുഷ്യൻ്റെ പുത്രിയാണ്. അദ്ദേഹം സർവശസ്ത്ര പരാംഗതനാണ്. ഭവതിയും ധർമ്മത്തിൽ അപരിചിതരല്ല. ആ നിലയ്ക്ക് ഭവതിക്കറിയാം ഭവതിയുടെ ധർമ്മം ഭർത്തൃശാസനം അനുസരിക്കലാണെന്ന്. ഇവിടെ അയോധ്യയിൽ താമസിക്കൂ. ഞാൻ പറയും പോലെ. ഭവതി കരുതും പോലെ വനവാസം അത്ര എളുപ്പമല്ല. എന്നോടൊത്ത് കാട്ടിലേക്ക് വരുവാനുള്ള മോഹം ഉപേക്ഷിക്കൂ.
മനുഷ്യവാസമില്ലാത്ത കാട്ടിൽ ജീവിതം നയിക്കുവാൻ ഭീകരമാണ്. ആലോചന കൂടാതെയുള്ള ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയും. ഭവതിയുടെ നന്മയോർത്ത് മാത്രമാണ് ഞാനിത് പറയുന്നത്. കാനനവാസത്തിൽ സുഖത്തിൻ്റെ ലാഞ്ച പോലെയുമില്ല. ഭവതിയെ ഭയപ്പെടുത്തുവാൻ അവിടെ നിരവധി ദുഷ്കൃത മൃഗങ്ങളുണ്ട്. ഭവതി നീന്തി കളിക്കുമെന്ന് പറയുന്ന നദികൾ നിറയെ മുതലകളാണ്. അത് ഭവതിക്ക് അറിയില്ലെന്ന് തോന്നുന്നു. കാട്ടിൽ നടന്നു പോകുവാൻ തന്നെ വിഷമമാണ്. മുൾച്ചെടികളും വള്ളികളും കെട്ടിപിണഞ്ഞ് എല്ലായിടത്തും നിറഞ്ഞിരിക്കും. മുമ്പിലേക്ക് ഒരടി വലിക്കുവാൻ പോലും പ്രയാസമായിരിക്കും. ചിലപ്പോൾ കുടിക്കുവാനുള്ള വെള്ളം കൂടി കിട്ടുകയില്ല. ഉണങ്ങിയ ഇലകൾ കൊണ്ടുണ്ടാക്കിയ ഇലയിൽ വേണ്ടിവരും കിടന്നുറങ്ങാൻ. എൻ്റെ പ്രിയതമേ, മിനുസമേറിയ പട്ടുകൾ കൊടുത്താണ് ഭവതിക്ക് ശീലം. ഭവതി എങ്ങനെ പരുത്ത മരൂരി കൊടുക്കും? ഭവതിയുടെ സുന്ദരമായ കേശഭാരം ജടപിടിച്ച് കട്ടയാകും. ചിലയിടങ്ങൾ കായ്കളും കിഴങ്ങുകളും ലഭിക്കാതെ പട്ടിണിയെടുക്കേണ്ടി വരും. ഇതിനും പുറമെ ഋതുക്കളും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. മഴക്കാലം താമസിയാതെ വന്നു ചേരും. അതിന് തൊട്ടു മുമ്പ് ശരൽക്കാലം തറയ്ക്കും പോലെ സൂര്യാതാപം കൊണ്ട് സഹിക്കിടും. പ്രകൃതിയുടെ ഈ വികൃതികൾ ഭവതി എങ്ങനെ താങ്ങും? ശരീരത്തിലെ തണുപ്പ് ഭവതി എങ്ങനെ സഹിക്കും? വൃക്ഷങ്ങൾ കൂടി തണുത്തു വിറയ്ക്കുന്നു. അവയുടെ ഇലകൾ കൊഴിഞ്ഞു വീഴും. അവിചാരിതമായി പിടികൂടാവുന്ന സർപ്പങ്ങളെയും മലമ്പാമ്പുകളെയും പറ്റി ഓർത്തു നോക്കൂ. കാട്ടിൽ സഞ്ചരിക്കുന്നവന് അവിചാരിതമായി വന്നു ചേരുന്ന വിപത്തുകൾ നിരവധിയാണ്. അബലയും ബാലയുമായ ഭവതിക്ക് ഇവയെല്ലാം എങ്ങനെ സഹിക്കാൻ കഴിയും? എന്നോടുള്ള സ്നേഹം നിമിത്തം അതൊന്നും സാരമില്ലെന്ന് ഭവതി പറയുന്നു. പക്ഷേ ദണ്ഡകാരണ്യം എത്ര ഭീകരമാണെന്ന് ഭവതിക്ക് അറിഞ്ഞുകൂടാ. ഞാനെല്ലാം നല്ലപോലെ ആലോചിച്ച ശേഷമാണ് ഭവതി ഇവിടെ തന്നെ താമസിക്കണമെന്ന തീരുമാനം കൈക്കൊണ്ടത്. സീതയ്ക്ക് പറഞ്ഞതൊന്നും വിശ്വാസമായില്ല. കോപത്തോടും താപത്തോടും കൂടി അവൾ രാമൻ്റെ നേരെ നോക്കി. അവൾ നിശബ്ദയായി അല്പനേരം ഇരുന്നു. മൃദുവായും പ്രേരിപ്പിക്കുന്ന വിധത്തിൽ അവൾ പറയുവാൻ തുടങ്ങി. രാമ, അങ്ങ് എണ്ണി പറയുന്ന ആപത്തുകളെല്ലാം നിസ്സാരങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം അങ്ങ് എൻ്റെ കൂടെയുണ്ട് എന്നതുകൊണ്ടാണ്. ഭവാൻ വർണ്ണിച്ച പൊയ്കകളും വൃക്ഷാതിഥികളുമായ മുതല അങ്ങനെയുള്ള ജന്തുക്കളും ഞാനിതേവരെ കണ്ടിട്ടില്ലാത്തവയാണ്. എനിക്കവയൊക്കെ കാണണം. എൻ്റെ സ്ഥാനം എപ്പോഴും ഭർത്തു സമീപത്താണ് എന്ന് എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ നിയമം പാലിക്കുവാൻ ഞാൻ ഉറച്ചു കഴിഞ്ഞു. ഇനി അതല്ല, ഞാൻ അവിടെ തന്നെ താമസിക്കണമെന്നാണ് അങ്ങ് നിർബന്ധിക്കുന്നതെങ്കിൽ എനിക്കെൻ്റെ ജീവൻ പിടിയേണ്ടി വരും. അങ്ങൻ്റെ സമീപത്തുള്ളപ്പോൾ ആർക്കും സ്വർഗാധിപനായ ഇന്ദ്രന് പോലും എന്നെ ദ്രോഹിക്കാനുള്ള കരുത്തുണ്ടാവില്ല. ഒരു പതിവ്രതയ്ക്ക് ഭർത്താവിനെ വിട്ടുപരിയേണ്ടതെന്നല്ല, പിന്നെ അവൾക്ക് ജീവിച്ചിരിക്കുവാൻ അർഹതയില്ല എന്നാണ് ധർമ്മത്തെപ്പറ്റി ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. നാം തമ്മിൽ പലപ്പോഴും സംസാരിക്കുള്ളതുകൊണ്ട് അതുതന്നെയാണ്. ഞാൻ പിതൃഗ്രഹത്തിലായിരിക്കുന്ന കാലം നടന്നൊരു സംഭവം എൻ്റെ ഓർമ്മയിൽ വരുന്നു. ഭാവി ലക്ഷണം അറിയുന്ന ചിലർ അന്ന് അവിടെ വന്നിരുന്നു. എനിക്ക് കാനനവാസം വിധിച്ചിട്ടുള്ളതായി അന്ന് അവരെ പറഞ്ഞിരുന്നു. ആ വാക്ക് എന്നും എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു കിടപ്പുണ്ട്. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഞാൻ കൂടെ കാണും. അങ്ങയോടൊന്നിച്ചു പോകാനാവും വിധി. രാമ, ഞാൻ അങ്ങയെ അനുഗമിക്കും. അങ്ങയിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ നോക്കരുത്. ഞാൻ ഒന്നിനും ശിശുവല്ല. വനം വിപത്ത് നിറഞ്ഞതാണെന്ന് എനിക്കറിയാം. കാട്ടിൽ അങ്ങയെ ഞാൻ പരിചരിക്കും. ഞാൻ അങ്ങയ്ക്കൊരു തടസ്സമാവില്ല. ഞാൻ പൂജിക്കുന്ന ഏകദൈവം അങ്ങാണ്. അങ്ങ് പോകുന്നിടത്തെല്ലാം ഞാൻ അങ്ങയെ പിന്തുടരും. കൗമാരത്തിൽ സ്ത്രീ പിതാവിനാൽ രക്ഷിക്കപ്പെടുന്നു, യൗവനത്തിൽ ഭർത്താവിനാൽ, വാർദ്ധക്യത്തിൽ പുത്രനാലും. സ്ത്രീ ഒരിക്കലും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല. പരലോകത്തിൽ കൂടി ഞാൻ അങ്ങയുടെ പത്നിയായിരിക്കും. രാമ, ഞാനിപ്പോഴും അങ്ങയുടെ അനുസരിച്ചിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഒരു വിധത്തിലും ഞാൻ അങ്ങയുടെ അപ്രീതിക്ക് പുത്രമായിട്ടില്ല. എൻ്റെ ഹൃദയത്തിൽ അങ്ങ് കൂടികൊള്ളുന്നു, എൻ്റെ ചിന്തകളിലും അങ്ങയ്ക്കറിയാതെ. അപ്പോൾ പിന്നെ എന്നോട് എന്നെ വിട്ടു നിൽക്കുമെന്ന് പറയുവാൻ അങ്ങയ്ക്ക് എങ്ങനെ മനസ്സ് വന്നു? അങ്ങയുടെ സുഖമാണ് എൻ്റെ സുഖം. അങ്ങയുടെ കഷ്ടകാലത്തെയും ഞാൻ സസന്തോഷം പങ്കിടും. സുഖത്തെ സമചിത്തതയോടെ കാണുവാൻ എനിക്ക് കഴിയും. അങ്ങനെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ആഗ്രഹം ഇനിയും ഇത് നിരസിക്കുകയാണെങ്കിൽ വിഷം കഴിച്ചോ, അഗ്നിയിൽ പ്രവേശിച്ചോ, വെള്ളത്തിൽ ചാടിയോ ഞാൻ ആത്മാഹുതി ചെയ്യും. ഭൂമിപുത്രിയായ സീത അവളുടെ കണ്ണുനീർ കൊണ്ട് അമ്മയെ നനയ്ക്കുകയാണോ എന്ന് തോന്നപ്പെട്ടു. അവളുടെ നെടുവീർപ്പുകൾ അവളുടെ ദുഃഖത്തെ വിളയറിയിച്ചു. എന്നിട്ടും രാമൻ അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം അവളുടെ കണ്ണുനീർ തുടച്ചു. മധുരവാക്കുകൾ പറഞ്ഞു. വനവാസത്തിൻ്റെ ബുദ്ധിമുട്ടുകളെപ്പറ്റി വിവരിച്ചു. അവിടെ തന്നെ താമസിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിയായ ദൈന്യരാശത്തോടും രാമനോടൊപ്പം പോകുവാനുള്ള അത്യാവശ്യത്തോടും കൂടി സീത വീണ്ടും പറഞ്ഞു. മിഥിലാധിപതിയായ എൻ്റെ പിതാവിന് തെറ്റുപറ്റിയിരിക്കാം. പുരുഷരൂപം കൊണ്ട് ഒരു സ്ത്രീക്ക് അദ്ദേഹം തൻ്റെ പുത്രിയെ നൽകിയിരിക്കുന്നു. തൻ്റെതെന്ന് പറയുവാൻ മറ്റാരുമില്ലാത്ത അങ്ങയോട് ഏറ്റവും കടപ്പെട്ട ഈ എന്നെ അങ്ങ് എന്തിനാണ് വിട്ടുപിരിയുന്നത്? എന്നെ കൂടെ കൊണ്ടുപോകുന്നതിൽ അങ്ങയ്ക്ക് എന്താണ് പ്രയാസമെന്ന് എന്നോട് പറയും. യമലോകത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഭൂമത്സ്യപുത്രനായ തൻ്റെ നാഥനെ പിന്തുടർന്ന സാവിത്രിയെ പോലെ തന്നെയാണ് ഞാനുമെന്ന് ഓർക്കുക. ഭർത്താവ് കൂടെ ഇല്ലാത്തപ്പോഴും സ്വയം വിനോദിക്കുവാൻ കഴിയുന്ന ഒരു സാധാരണ സ്ത്രീ എന്ന പോലെയല്ല ഞാൻ. രാമ, ആശ്രിത വത്സ്യമാകുന്ന മഹത്തായ ഗുണമുള്ളവളാണെന്ന് എന്ന് സുപ്രസിദ്ധമാണ്. അങ്ങനെ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നവനാണെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം.
എന്നെ സംബന്ധിച്ചതാണെങ്കിൽ അങ്ങേക്ക് എന്നോടുള്ള സ്നേഹത്തെപ്പറ്റി മാത്രം ചിന്തിച്ചു കഴിയുന്നവളാണ് ഞാൻ. എന്നിട്ടും എന്നെ അങ്ങയുടെ ശത്രുക്കളുടെ അധീനതയിൽ ഏൽപ്പിച്ചു പോവുകയാണ് അങ്ങ് ചെയ്യുന്നത്. പിതാവിൻ്റെ ആജ്ഞയെ മാനിച്ച് കാട്ടിലേക്ക് പോകുവാനുള്ള അങ്ങയുടെ ദൃഢവ്രതത്തെ ഭാവിയിലെ തലമുറ ആദരപൂർവ്വം സ്മരിക്കുക തന്നെ ചെയ്യും. അപ്രകാരമുള്ള ഒരാൾ സ്വന്തം പത്നിയെ തന്നെ വിട്ടുടച്ച് പോകരുത്. എന്നെ ഒന്നിച്ചു കൊണ്ടുപോകണം. അത് കാട്ടിലായാലും തവലോകത്തായാലും സ്വർഗത്തിലേക്കായാലും മറ്റെവിടേക്കായാലും അങ്ങ് കൂടെയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സുഖമുള്ളൂ. രാമ, കാട്ടിലെ പൊടി എനിക്ക് ചന്ദനക്കുറി പോട്ടുപോലെയായിരിക്കും, മുള്ളുകൾ ഹംസത്തിൻ്റെ തൂവൽ പോലെ. അങ്ങ് കാടിനെ കൊട്ടാരമായി സ്വീകരിച്ചിരിക്കുകയാണല്ലോ. ഞാനും അങ്ങനെ തന്നെ അതിനെ പരിഗണിക്കുന്നു. ഫലമൂലാദികൾ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കാം. അതെനിക്ക് അമൃതിന് സമമായിരിക്കും. കാട്ടുപൂക്കളുടെ മധ്യത്തിൽ വിഹരിച്ച് ഞാൻ സമയം പോകും. അങ്ങയ്ക്കൊരു ഭാരമാവില്ല. ഒരു കാര്യം കൊണ്ട് ഞാൻ അങ്ങയെ മുഷിപ്പിക്കുകയുമില്ല. എനിക്ക് അങ്ങൊന്ന് ഒന്നിച്ചിരിക്കുന്ന സ്വർഗമാണ്, അങ്ങെടുത്തില്ലെങ്കിൽ നരകവുമാണ്. ദയവായി അങ്ങൻ്റെ ഹൃദയവേദന മനസ്സിലാക്കണേ. എന്നിൽ ദയ തോന്നി എന്നെയും കൂടെ കൊണ്ടുപോകണേ. അങ്ങില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് കഴിയുവാനാവില്ല. അതെനിക്ക് അസഹനീയമാണെന്ന് അങ്ങയ്ക്കറിയാമല്ലോ. അപ്പോൾ 1 വർഷമല്ല 14 വർഷം ഞാൻ എങ്ങനെ കഴിച്ചുകൂട്ടും? സീതയുടെ ദുഃഖം ദാരുണമായി തീർന്നു. രാമനെ ആശ്ലേഷിച്ചുകൊണ്ട് അവൾ ഇടതവിടയില്ലാതെ കരഞ്ഞു. താമരാതങ്ങളിൽ നിന്ന് മുത്തുകൾ വീണ്ടും പൊഴിയുന്നത് പോലെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കണങ്ങൾ വീണു. അവളുടെ മുഖം മഞ്ഞിൽ മൂടിയ ചന്ദ്രനെ പോലെ പ്രകാശവിഹീനിതമായിരുന്നു. പിഴുതിരിഞ്ഞ ഭൂമിയിലെടുത്ത താമരപ്പൂ പോലെയായി. കരഞ്ഞുകൊണ്ടിരുന്ന തൻ്റെ രാജ്ഞിയെ ആലിംഗനം ചെയ്തുകൊണ്ട് രാമൻ പറഞ്ഞു, സീതേ, ഭവതിയെ ദുഃഖിപ്പിച്ചുകൊണ്ട് എനിക്ക് സ്വർഗം ലഭിക്കുമെന്ന് പറയാൻ പോലും എനിക്കതിൻ്റെ ആവശ്യമില്ല. അതിനെപ്പറ്റി ചിന്ത പോലും ഞാൻ പരിഗണിക്കുന്നില്ല. ഭവതിയെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ എനിക്കൊരു മടിയുമില്ല. ലോകം മുഴുവൻ സംരക്ഷിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അതുകൊണ്ട് മാത്രമല്ല ഞാൻ ഭവതി പറഞ്ഞു തന്നെ നിരസിച്ചത്. ഭവതിയുടെ ഉറച്ച അഭിപ്രായം അറിയുവാൻ ഞാൻ ആഗ്രഹിച്ചു. ഭവതിയോട് ഇപ്രകാരമെല്ലാം പറയുവാൻ കാരണം എന്താണ്? അതുമാത്രമാണ്, ഭവതി സൃഷ്ടിച്ചത് തന്നെ കാട്ടിൽ എന്നോടൊപ്പം കഴിയുവാനാണ്. ഞാൻ കാട്ടിൽ പോകുമ്പോൾ ഭവതി ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല. ഭവതി എൻ്റെ അംശമാണ്. സുവർച്ചള തൻ്റെ പൊതിയായ സൂര്യനെ അനുഗമിക്കും പോലെ ഭവതി സദാ എന്നെ അനുഗമിക്കും. ഗുരുക്കന്മാർ ഉദ്ദേശിക്കുന്ന ധർമ്മം ഇതാണ്. അത് നമുക്കറിയാവുന്നതുമാണ്. എൻ്റെ പിതാവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, കാട്ടിൽ പോയി 14 വർഷം താമസിക്കുകയാണ്. ആ ശാസനം നിരുപാധികം അനുസരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. മാതാപിതാക്കൾ പറഞ്ഞത് നിരുപാധികം അനുസരിക്കലാണ് നമ്മുടെ ധർമ്മം. അത് ഞാൻ ലംഘിക്കുകയില്ല. ഒരുവൻ്റെ പ്രത്യക്ഷ ദൈവങ്ങളായ മാതാവ്, പിതാവ്, ഗുരു എന്നിവരെ അവഗണിച്ച് മറ്റൊരു ദൈവത്തെ പൂജിച്ചാൽ അതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ഈ അനുഷ്ഠാനം കൊണ്ടും കിട്ടുന്ന പുണ്യം കുറേ യാഗങ്ങൾ ചെയ്തുകൊണ്ടോ വളരെ ദാനമായി നൽകിയത് കൊണ്ടോ സമ്പാദിക്കാനാവുന്നതല്ല. ഈ അനുഷ്ഠാനം നടത്തുന്ന പുരുഷൻ പുണ്യലോകം പ്രാപിക്കുന്നു. ഭയാനകമായ ദണ്ഡകാരണത്തിൽ വസിക്കുവാൻ ഭവതി ഉറച്ചു കഴിഞ്ഞു. ഭവതിയെ കൂടെ കൊണ്ടുപോകുവാൻ ഞാനും ഉറച്ചു കഴിഞ്ഞു. ഭവതിയെ എനിക്ക് വിവാഹം ചെയ്തു തന്ന അവസരത്തിൽ ഭവതിയുടെ അച്ഛൻ പറയുകയുണ്ടായി, ഈ സീത അങ്ങയോടൊത്ത് സഹധർമ്മം ചരിക്കും. ഭവതിയുടെ ആഗ്രഹത്തിനനുസരിച്ച് എന്നോടൊപ്പം വനത്തിൽ ചരിച്ചാലും. ഭവതി എൻ്റെ കുടുംബത്തിലെ ഒരു അലങ്കാരമാണ്. സ്ത്രീകളിൽ വെച്ചൊരു രത്നമാണ് ഭവതി എന്ന് തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു. വരൂ സീതി, യാത്രയ്ക്ക് വേണ്ടതായ ഒരുക്കങ്ങൾ ചെയ്യും. ബ്രാഹ്മണർക്ക് ദാനം നൽകും, അഗതികൾക്ക് ആഹാരം നൽകും. ഭവതീയതയുടേതായിട്ടുള്ളതെല്ലാം ദാസികൾക്കും ഭൃത്യന്മാർക്കും കൊട്ടാരത്തിലെ മറ്റു എത്രമാർക്കും ദാനം ചെയ്യും. രാമൻ തന്നെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് കേട്ടപ്പോൾ സീതയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. അവൾ സസന്തോഷം മന്ദഹസിച്ചു. രാമൻ നിർദ്ദേശിച്ചതുപോലെ അവൾ തൻ്റേതായിട്ടുള്ളതെല്ലാം കൊട്ടാരത്തിലെ അന്തേവാസികൾക്ക് ദാനം ചെയ്യുവാൻ നിശ്ചയിച്ചു. സീതയെ കൂടെ കൊണ്ടുപോകുവാനുള്ള രാമൻ്റെ തീരുമാനം വാതിക്കൽ നിന്നിരുന്ന ലക്ഷ്മണൻ കേട്ടു. അദ്ദേഹത്തിന് തൻ്റെ ദുഃഖം പൊറുക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ദുഃഖം കൊണ്ട് ചുമന്നു. അദ്ദേഹം രാമൻ്റെ മുറിയിൽ പ്രവേശിച്ചു. കാറ്റേറ്റ് വീണ ഒരു മരം പോലെ അദ്ദേഹം രാമൻ്റെ കാൽക്കൽ വീണു. അദ്ദേഹം രാമൻ്റെ കാലുകൾ കെട്ടിപ്പിടിച്ചു. സീതയെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ സ്വാമി കാട്ടിലേക്ക് പോവുകയാണ് എന്ന് തീർച്ചയായി. ഞാനും കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. വില്ലും കയ്യിലെടുത്തു വഴിയുണ്ടാക്കിക്കൊണ്ട് ഞാൻ നിങ്ങളുടെ 2 പേരുടെയും മുമ്പിൽ നടക്കും. കാട്ടുജന്തുക്കളും പക്ഷികളും മാൻകൂട്ടങ്ങളും നിറഞ്ഞ കാട്ടിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ ഒഴിച്ച് മറ്റൊരു ദൈവം എനിക്കില്ല. കുട്ടിക്കാലം മുതലേ ഞാൻ അങ്ങയോട് ഒന്നിച്ചേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങ് കാട്ടിൽ പോകുമ്പോൾ എന്നോട് നാട്ടിലിരിക്കുവാൻ പറഞ്ഞാൽ അതിന് ഏറ്റവും ക്രൂരമായിരിക്കും. അങ്ങേ കൂടാതെ സ്വർഗത്തിൽ പോലും എനിക്കൊരു സ്ഥാനം വേണ്ട. സർവരും മോഹിക്കുന്ന അമരത്വവും വേണ്ട. 3 ലോകവും ഭരിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ പോലും ഞാനത് നിരസിക്കും. പ്രഭു, അങ്ങ് എന്നെയും കൂടെ കൊണ്ടുപോകണം. മറുപടിയായി രാമൻ ഒന്നും പറഞ്ഞില്ല. ലക്ഷ്മണൻ തുടർന്നു, അങ്ങയോട് ഒന്നിച്ചിരിക്കുവാൻ ആദ്യം മുതൽക്ക് തന്നെ എനിക്ക് അനുവാദം കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ അങ്ങൊന്നും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്?
ഭരതൻ ശത്രുഘ്നനും അങ്ങേക്ക് പ്രിയങ്കരനാണെന്നും അവർ രാജ്ഞിയെ വേണ്ട പോലെ നോക്കുമെന്നും അവളോട് പറഞ്ഞത് ഞാൻ കേട്ടു. അവരെ മുഷിപ്പിക്കരുതെന്നും അങ്ങ് പറയുകയുണ്ടായി. കൂട്ടത്തിൽ എൻ്റെ പേർ ഉൾപ്പെടുത്തിയിരിക്കുകയുണ്ടായില്ല. അതിനർത്ഥം എന്നെ കൂടെ കൊണ്ടുപോകാനാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്നല്ലേ? അറിയാതെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ വിധി എന്താണെന്ന് ദയവായി എനിക്ക് അറിഞ്ഞുകൊള്ളാം. അത് അങ്ങയുടെ വാക്കാൽ തന്നെ ആശ്രിതമായിരിക്കുന്നു. രാമനെ അനുഗമിക്കാനുള്ള അനുവാദം പ്രതീക്ഷിച്ചുകൊണ്ട് ലക്ഷ്മണൻ അദ്ദേഹത്തെ നോക്കി. രാമൻ പറഞ്ഞു, ലക്ഷ്മണ, നീ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. നീ വളരെ ധർമ്മിഷ്ഠനാണ്, പരിശുദ്ധാത്മാവാണ്. നീ എൻ്റെ ലിംഗശരീരമാണ്. നാം ഒരിക്കലും വ്യത്യസ്തരല്ല. നീ എന്നോടൊപ്പം കാട്ടിലേക്ക് പോന്നാൽ നമ്മുടെ അമ്മമാരെ ആര് രക്ഷിക്കും? അവർ ആ വേർപാടിൽ കഠിനമായി ദുഃഖിക്കും. നിന്റെ വേർപാട് അവരുടെ ദുഃഖത്തിന് തീവ്രത കൂട്ടും. പർജന്യം വർഷിക്കും പോലെ തൻ്റെ ആശ്രിതർക്കെല്ലാം ഉപകാരം ചെയ്തു പോകുന്നു. ഇന്ദ്രതുല്യം കീർത്തിയോടെ വർത്തിച്ച നമ്മുടെ പിതാവ് പെട്ടെന്ന് കാമാടതയിൽ കുടുങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കൈകേയി അപഹരിച്ചിരിക്കുന്നു. അശ്വപതിയുടെ ഈ പുത്രി നമ്മുടെ അമ്മമാരെ വേണ്ട പോലെ ആദരിക്കില്ല. ഭരതൻ എപ്പോഴും അമ്മയെ അനുസരിക്കേണ്ടതായി വരും. നമ്മുടെ അമ്മമാരുടെ സുഖസൗകര്യങ്ങൾ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുവാൻ കഴിയുകയില്ല. ലക്ഷ്മണ, എൻ്റെ വൃദ്ധമാതാവിനെ സംരക്ഷിക്കേണ്ട ചുമതല നിനക്കാണ്. നീ ഇവിടെ ഉണ്ടാവുകയാണ് വേണ്ടത്. ഞാൻ സമാധാനമായി പോയി വരട്ടെ. ഞാൻ ആവശ്യപ്പെടുന്നത് ചെയ്തത് എന്നോടുള്ള ഭക്തി നീ തെളിയിക്കുക. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയാണ് ഏറ്റവും വലിയ ധർമാചരണം. നീ അത് അനുഷ്ഠിക്കണം. നമ്മൾ രണ്ടുപേരും ദൂരത്തായാൽ നമ്മുടെ അമ്മമാരെ ആരും വകവയ്ക്കില്ല. അത് ശരിയല്ല. നീ ഇവിടെ താമസിച്ച് അവരെ ശുശ്രൂഷിക്കണം. ലക്ഷ്മണൻ രാമൻ്റെ വാക്കുകൾ കേട്ടു. വേണ്ടത് വേണ്ട സമയത്ത് പറയുവാനുള്ള കഴിവ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. പ്രഭു, എല്ലാം കൊണ്ടും ഭരതൻ അങ്ങേക്ക് തുല്യനാണ്. അദ്ദേഹം അങ്ങനെയൊന്നും സംഭവിക്കുവാൻ ഇടവരുത്തില്ല. എനിക്കതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം അമ്മ കൗസല്യയും എൻ്റെ അമ്മയായ ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടി സംരക്ഷിക്കും. അതിനെപ്പറ്റി അങ്ങേക്ക് യാതൊരു സന്ദേഹവും വേണ്ട. തൻ്റെ ഔന്നത്യത്വം അമറിച്ചും ഭരതൻ ധർമ്മം വിട്ട് അധർമ്മം പ്രവർത്തിച്ചു എന്നറിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ വധിക്കുവാൻ പിന്നെ താമസമുണ്ടാവില്ല. അമ്മമാരുടെ സുഖസൗകര്യങ്ങൾ നോക്കുവാൻ അവരോട് കൂറുള്ളവർ എത്ര വേണമെങ്കിലും എവിടെയുണ്ട്. അതിനെപ്പറ്റി സംശയം വേണ്ട. അങ്ങയുടെ ദാസനായി എന്നെയും കൂടെ കൊണ്ടുപോവുക. അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു അധർമ്മവുമില്ല. വില്ലും ശരങ്ങവും എടുത്ത് ഞാൻ അങ്ങയുടെ മുമ്പിൽ തെളിച്ചു വിളിഞ്ഞ് നടന്നുകൊള്ളാം. ദിവസവും കാട്ടിൽ പോയി അങ്ങയ്ക്ക് വേണ്ട കായ്കനികളും പഴങ്ങളും ഞാൻ ശേഖരിച്ചു കൊള്ളും. ദിവാന്വേഷം അങ്ങയുടെ എല്ലാ സുഖസൗകര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളും. എന്നെ കൂടെ വരുവാൻ അനുവദിക്കുക. ലക്ഷ്മണൻ്റെ വാക്കുകൾ രാമനെ വികാര തള്ളുന്നതാക്കി. ആർദ്രത നയനങ്ങളോട് അദ്ദേഹം പറഞ്ഞു, ലക്ഷ്മണ, എന്നോടൊപ്പം പോന്നോളൂ. വേഗം പോയി പ്രിയപ്പെട്ടവരോടെല്ലാം യാത്ര പറയും. ജനകൻ്റെ യജ്ഞത്തെപ്പറ്റി ഓർമ്മിക്കും. അവിടെ വെച്ച് ദിവ്യങ്ങളായ 2 ചാപങ്ങളും മുറിക്കുവാൻ കഴിയാത്ത പടച്ചട്ടകളും ഒടുങ്ങാത്ത ആവനാടിയും വരണം തന്നിട്ടുണ്ട്. രത്നം പതിച്ച സൂര്യനെ പോലെ പ്രകാശിതമായ വാളുകളും അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. ആചാര്യൻ്റെ വസതിയിൽ പോയി ഇവയെല്ലാം നമുക്ക് തരുവാൻ ആത്യായത്തോട് ആവശ്യപ്പെടും. അവയെ കൊണ്ട് മടങ്ങി വരും. ഭ്രാതൃശാസനം നിറവേറ്റുവാൻ ലക്ഷ്മണൻ വേഗം പുറപ്പെട്ടു. അദ്ദേഹം ഏറ്റവും സന്തോഷഭരിതനായിരുന്നു. വളരെ വേഗം അദ്ദേഹം ആയുധങ്ങൾ കൊണ്ടുവന്ന് രാമൻ്റെ മുമ്പിൽ വെച്ചു. ഇങ്ങനെ പറയുകയും ചെയ്തു, ഇനി എന്തു വേണമെന്ന് കൽപ്പിച്ചാൽ. രാമൻ പറഞ്ഞു, ലക്ഷ്മണ, നീ എന്നും എനിക്ക് പ്രിയപ്പെട്ടവനാണ്. എൻ്റെ അടുത്ത പ്രവൃത്തിയിൽ എന്നെ സഹായിക്കുക. എനിക്കുള്ളതെല്ലാം തന്നെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. നമ്മുടെ വന്യഗുരു വസിഷ്ഠൻ്റെ പുത്രൻ സുയജ്ഞനെയും ശിഷ്യരെയും വേഗം പോയി കൂട്ടിക്കൊണ്ടുവരിക. അവരെ എല്ലാവരെയും വന്നിച്ച് വേഗം കാട്ടിലേക്ക് പുറപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തൻ്റേതായിരുന്ന സകലവും രാമൻ ബ്രാഹ്മണർക്കും കൊട്ടാരത്തിലെ തൻ്റെ ആശ്രിതർക്കും ദാനം ചെയ്തു. സീതയും ലക്ഷ്മണനും അപ്രകാരം തന്നെ ചെയ്തു. രാജാവിനോട് നന്ദി പറയുവാൻ വേണ്ടി അവൾ കൊട്ടാരത്തിലേക്ക് പോയി. അവർ ചാപം കയ്യിലെടുത്തിരുന്നു. രാജകുമാരിമാരുടെയും സീതയും നടന്നു പോകുന്നതിന് കാണുവാൻ അയോധ്യയിലെ തെരുവുവീഥികളിലും മട്ടുപ്പാവുകളിലും പുരപ്പുറത്തു പോലും തിങ്ങിക്കൂടി. രാമൻ തെരുവുവീഥികളിലൂടെ നടന്നു. അദ്ദേഹത്തെ സൂര്യതാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കുട പോലും ഉണ്ടായിരുന്നില്ല. സംഭവ പരമ്പരകളെപ്പറ്റി കേട്ട് ജനങ്ങൾ ദുഃഖിതരും അസന്തുഷ്ടരും കുപിതരുമായി തീർന്നു. അവരുടെ ഇച്ഛാഭംഗം അപാരമായിരുന്നു. കിരീടധാരണം കഴിഞ്ഞ് ആനപ്പുറത്ത് കയറി വരുന്ന രാജകുമാരനെ കാണുവാൻ കാത്തിരിക്കുകയായിരുന്നു അവർ. അതിനു പകരം സാധാരണക്കാരനെ പോലെ നഗരവീതിയിലൂടെ നടന്നു പോകുന്ന രാമനെയാണ് അവർ കണ്ടത്. അത് സഹിക്കുവാനാവില്ലായിരുന്നു. അവർ അന്യോന്യം പറഞ്ഞു, തെരുവിൽ നടക്കുന്ന ഈ രാജകുമാരനെ നോക്കൂ. ആന, തേർ, കുതിര, കാലാൾപ്പട എന്നിവയെല്ലാം അദ്ദേഹത്തിനെ അനുഗമിക്കേണ്ടതായിരുന്നു. എന്നാലിപ്പോൾ ലക്ഷ്മണൻ മാത്രമാണ് അദ്ദേഹത്തെ അനുഗമിക്കുന്നത്. നമ്മുടെ രാമൻ സമ്പൽ സമൃദ്ധിയും ആഡംബരത്തിലുമാണ് വളർന്നത്. ധർമ്മത്തെ കാക്കുന്ന അദ്ദേഹം തൻ്റേതാവേണ്ടിയതിരുന്നാലും സമ്പത്തും സൽകീർത്തിയും ഉപേക്ഷിച്ചിരിക്കുന്നു. ഇത്രയും കാലമായി രാമൻ്റെ പത്നിയായ സീതയും സ്വർഗവാസികൾ പോലും കണ്ടിട്ടില്ല.
ആ രാജകുമാരി ഒരു സാധാരണ സ്ത്രീയെപ്പോലെ നഗരവീതിയിലൂടെ ഇതാ നടന്നു പോകുന്നു. ഈ മൃദുലയായ രാജകുമാരി ഇരു കൈകളിലും ചന്ദനം പൂശി ശീലിച്ചിട്ടുള്ളവൾ കാട്ടിൽ പുരുവെയിലത്ത് നടക്കുവാൻ പോവുകയാണ്. ഒരു കാലത്ത് ധർമ്മത്തിൻ്റെ പ്രതീകമായിരുന്ന രാജാവ് ഇപ്പോൾ രാക്ഷസിയുടെ വരുതിയിലാണ്. അദ്ദേഹത്തിൻ്റെ ചിന്താശക്തി നശിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹം തൻ്റെ പ്രിയപുത്രനെ നാടുകടത്തുമോ? ഒരു സാധാരണക്കാരനായ പുത്രനെ പോലും നാടുകടത്തുവാനുള്ള മനോഭാവം ഒരച്ഛനുണ്ടാവില്ല. നമ്മുടെ രാമനാണെങ്കിൽ സർവ്വഗുണ സമ്പന്നനാണ്. മനോവയ്ക്ക് കായങ്ങൾ കൊണ്ടും ഒരിക്കലും ഒരാളെ വേദനിപ്പിക്കാത്തവയാണ്. എല്ലാവരോടും ദയവും സ്നേഹത്തോടും കൂടി മാത്രമേ അദ്ദേഹം പെരുമാറിയിട്ടുള്ളൂ. അദ്ദേഹം വിദ്യാസമ്പന്നനാണ്, ധർമ്മിഷ്ഠനാണ്, ഇന്ദ്രിയ നിഗ്രഹം നേടിയവനാണ്. ചപലത അദ്ദേഹത്തെ തൊട്ടുകളിച്ചിട്ടില്ല. മനുഷ്യ സമുദായത്തിൻ്റെ വൃക്ഷത്തിൻ്റെ നാരവേരാണത്. ജനങ്ങൾ ആ വൃക്ഷത്തിൻ്റെ ഇലകളും പുഷ്പങ്ങളും ഫലങ്ങളുമാണ്. രാമൻ പോകുന്നിടത്തേക്ക് നമുക്കും പോകാം. നമ്മുടെ കാട്ടിൽ അദ്ദേഹത്തെ പിന്തുടരാം. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു. നമുക്കും അങ്ങനെ ചെയ്യാം. നമുക്കും അയോധ്യ വിടാം. ഈ നഗരം ഒരു വനമായി തീരട്ടെ. വിജനമായ രാജ്യം കൈകേയി ഭരിക്കട്ടെ. നമുക്ക് കാട് നാടാക്കാം. രാമൻ ഒന്നിച്ച് വസിക്കുകയും ചെയ്യാം. രാമനില്ലാതെ നമുക്ക് ജീവിക്കുവാൻ വയ്യ. ജനങ്ങൾ പിറുപിറുക്കുന്നത് രാമൻ കേട്ടുവെങ്കിലും അദ്ദേഹം അത് ചെവികൊണ്ടില്ല. മുഖഭാവം കൊണ്ടൊരു സൂചനയും കൊടുത്തുമില്ല. അദ്ദേഹം ഒന്നും മിണ്ടാതെ നടന്നു. സീത അദ്ദേഹത്തിൻ്റെ പിന്നിൽ നടന്നു. ലക്ഷ്മണ അവരെ രണ്ടുപേരെയുമായി പിന്തുടർന്നു. വളരെ വേഗം അവർ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. രാമൻ വാതിൽക്കിലേക്ക് നടന്നു ചെന്നു. അവിടെ അദ്ദേഹം അച്ഛൻ്റെ സാരഥിയായ സുമന്ത്രനെ കണ്ടു. സുമന്ത്രൻ്റെ മുഖം ദുഃഖത്താൽ മ്ലാനമായിരുന്നു. സ്വാഭാവികമായുള്ള മന്ദഹാസത്തോടെ രാമൻ അദ്ദേഹത്തിന് ഉപചാരം ചെയ്തു. തൻ്റെ വനയാത്ര വൃത്തത്തോട് ജനങ്ങൾക്കുള്ള വികാരം അദ്ദേഹം അറിഞ്ഞു. സുമന്ത്രൻ്റെ ദുഃഖം അദ്ദേഹം അറിഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിന് കുലുക്കമുണ്ടായിരുന്നില്ല. രാജകൽപ്പന അനുസരിക്കുവാൻ അദ്ദേഹം ഉറച്ചിരുന്നു. ധർമാചാരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ. ശരിയാണെന്ന് താൻ ചെയ്യുന്നതെന്നും ഉറപ്പുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു അസ്വസ്ഥഭാവം ഉണ്ടായിരുന്നില്ല. ഇക്ഷ്വാകു വംശത്തിലെ ഈ ഇളമുറ സന്തതി പിതാവിനോട് യാത്ര ചോദിക്കുവാനായി കൊട്ടാരത്തിലെത്തി. അവിടെ അദ്ദേഹം സുമന്ത്രനെ കണ്ടു. രാമൻ സുമന്ത്രനോട് പറഞ്ഞു, സുമന്ത്രനെ ദയവായി ഞാൻ വന്നിരിക്കുന്ന വിവരം രാജാവിനെ അറിയിക്കൂ. സുന്ദരനും പ്രസന്നവദനനുമായ രാമൻ കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിക്കുവാനുള്ള അനുവാദം കാത്തുകൊണ്ട് വാതിൽക്കൽ തന്നെ നിന്നു. സീതയും ലക്ഷ്മണനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സുമന്ത്രൻ്റെ ഹൃദയം തകരുമെന്ന നിലയിലായി. അത്രയധികം ദുഃഖിതനായിരുന്നു അദ്ദേഹം. സാവധാനത്തിൽ അടിച്ചു നടന്ന അദ്ദേഹം രാജാവിന് അരികിലെത്തി. രാജാവ് നെടുവീർപ്പിട്ടുകൊണ്ടേയിരുന്നു. ഗ്രഹണത്തിൽപ്പെട്ട സൂര്യനെ പോലെയും ചാരം കൊണ്ട് മൂടിയ അഗ്നിയെപ്പോലെയും കാണപ്പെട്ടു അദ്ദേഹം. രാജാവിൻ്റെ ഹൃദയവേദന സുമന്ത്രക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. പുണ്ണിൽ കൊള്ളിവെക്കുന്നത് പോലെ താൻ എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം മാമൂലിനനുസരിച്ച് രാജാവിനെ അഭിവാദ്യം ചെയ്തു. മൃദുസ്വരത്തിൽ ഇങ്ങനെ പറയുകയും ചെയ്തു, പ്രഭു, അവിടുത്തെ പുത്രൻ രാമൻ അവിടുത്തെ കാണുവാനായി വാതിക്കൽ കാത്തു നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ സർവ്വസമ്പത്തും ബ്രാഹ്മണർക്കും ആശ്രിതർക്കും ദാനം ചെയ്ത ശേഷം തൻ്റെ പിതാവായ മഹാരാജാവിനോട് യാത്ര പറയുവാനായി വന്നിരിക്കുകയാണ് അദ്ദേഹം. തനിക്ക് പ്രിയപ്പെട്ടവരോടെല്ലാം അദ്ദേഹം യാത്ര ചോദിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവിടുത്തെ അടുക്കൽ വന്നിരിക്കുകയാണ്. അവിടുത്തെ കൽപ്പനയനുസരിച്ച് അദ്ദേഹം ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെടുകയാണ്. എന്നും ധർമ്മിഷ്ഠനായിരുന്ന രാജാവ്, സമുദ്രത്തെ പോലെ ശ്രേഷ്ഠനും ആകാശത്തെ പോലെ സ്വച്ഛനുമായിരുന്ന അദ്ദേഹം സുമന്ത്രനോട് ഇങ്ങനെ പറഞ്ഞു, സുമന്ത്ര, എൻ്റെ എല്ലാ ഭാര്യമാരോടും കൊട്ടാരത്തിലെ മറ്റു അന്തേവാസികളോടും ഇവിടെ എൻ്റെ അടുത്ത് വരുവാൻ പറയും. അവിടെ മുമ്പിലിരിക്കുന്ന രാമനെ എനിക്ക് കാണണം. താമസിയാതെ സുമന്ത്രം പോയി എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നു. കൗസല്യയാണ് ആദ്യം വന്നത്. അവളുടെ പിന്നാലെ രാജാവിൻ്റെ മറ്റു ഭാര്യമാരും ചേർന്നു. ദശരഥൻ പറഞ്ഞു, സുമന്ത്ര, എൻ്റെ പുത്രനെ എൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. സുമിത്രനാൽ നീതരരായ രാമലക്ഷ്മണന്മാരും സീതയും രാജാവിൻ്റെ മുമ്പിൽ എത്തിച്ചേർന്നു. രാജാവ് സ്വസ്ഥതാനത്തിൽ നിന്ന് എഴുന്നേറ്റു. രാമൻ നിൽക്കേണ്ടിടത്ത് അദ്ദേഹത്തിൻ്റെ തരുഗതിയിൽ നടന്നു. പക്ഷെ അവിടെ എത്തും മുമ്പായി ബോധമറ്റ അദ്ദേഹം നിലത്തു വീണു. രാമനും ലക്ഷ്മണനും പിതാവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. തങ്ങളുടെ പിതാവിൻ്റെ ദുഃഖം എത്ര കഠിനമാണെന്ന് അവർ കണ്ടു. അവർ അദ്ദേഹത്തെ താങ്ങിയെടുത്ത് കട്ടിലിൽ കിടത്തി. അദ്ദേഹത്തിൻ്റെ ബോധം വീണ്ടു കിട്ടാനായി രാമൻ കാത്തുനിന്നു. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പ്രഭു, അങ്ങ് ലോകനാഥനാണ്. ഞാൻ അങ്ങയോട് യാത്ര പറയുവാൻ വന്നതാണ്. ഞാൻ ദണ്ഡകാരണത്തിലേക്ക് പോകും. സ്നേഹത്തോടെ എൻ്റെ നേരെ നോക്കുവാനും എന്നെ അനുഗ്രഹിക്കുവാനും ഞാൻ കേണപേക്ഷിക്കുന്നു. ലക്ഷ്മണനും സീതയും എന്നോടൊപ്പം വരുവാൻ ആഗ്രഹിക്കുന്നു. അത് തടയാനാവുന്നത് ഞാൻ ശ്രമിച്ചു. എന്നാൽ അവർ എൻ്റെ ഒപ്പം വരണമെന്ന് ക്ഷണിക്കുകയാണ്. അവർക്ക് അതിനുള്ള അനുമതി നൽകണമെന്ന് ഞാൻ അവനോട് അഭ്യർത്ഥിക്കുന്നു. ദയവായി ഈ ദുഃഖമേറ്റ് അവിടുത്തെ സ്നേഹവും അനുഗ്രഹങ്ങളും ഞങ്ങൾ ചുരിയും. രാമൻ്റെ ശാന്തവും വശ്യവുമായ മുഖത്തേക്ക് ദശരഥൻ നോക്കി. ഭാഗ്യവിപരീതത്തിൽ രാമനൊരു ഖേദവുമില്ലെന്ന് തോന്നി. രാജാവ് പറഞ്ഞു, ഞാൻ കൈകേയിയാൽ വഞ്ചിതനായിരിക്കുന്നു. ശബ്ദത്താൽ എൻ്റെ കൈകൾ ബന്ധിതമായിരിക്കുന്നു. രാമ, എന്നെ അനുസരിക്കാതെ, എന്നെ തീരെ അവഗണിച്ച് നീ സിംഹാസനത്തിലേറുവാൻ, അതാണ് എനിക്ക് സന്തോഷം. രാമൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ പറയരുത്. അവിടെ നിന്ന് തന്നെ വളരെ കാലം രാജ്യം ഭരിക്കണം. ഞാൻ വനത്തിൽ കഴിച്ചുകൊള്ളാം.
അവിടുത്തെ വാക്കിന് ഭംഗം വരുവാൻ ഞാൻ അനുവദിക്കുകയില്ല. 14 വർഷം വനത്തിൽ കഴിച്ച ശേഷം അവിടുത്തെ അടുക്കൽ വന്ന് ഞാൻ അവിടുത്തെ വിവിഷ്ടാനുഭവങ്ങൾ അനുഗ്രഹിച്ചുകൊള്ളും. നിർഭാഗ്യവനായ രാജാവ് തൻ്റെ പ്രിയപുത്രനോട് ഇപ്രകാരം പറഞ്ഞു: പോയി വരൂ എൻ്റെ കുഞ്ഞെ, കീർത്തിയോടെ മടങ്ങി വരും. നീ ലോകത്തിൽ അനുഗ്രഹീതനാവട്ടെ. നിന്റെ യശസ് 3 ലോകങ്ങളിലും പ്രചരിക്കട്ടെ. പിതാവിൻ്റെ സത്യം പരിപാലിച്ച ശേഷം അയോധ്യയിൽ തിരിച്ചെത്തുവാൻ നിനക്ക് കഴിയട്ടെ. എൻ്റെ പുത്ര, നീ രഘുവംശത്തിലെ രത്നകുടമാണ്. നീ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രതീകമാണ്. ഒന്നിനും ആർക്കും നിന്റെ മനസ്സിനെ ഇണക്കുവാനാവില്ല. എൻ്റെ കുഞ്ഞെ, എനിക്കൊരപേക്ഷയുണ്ട്. നീ ഇന്ന് പോകരുത്. ഒരു ദിവസം മാത്രം എന്നോട് ഒന്നിച്ചിരിക്കും. അത്ര സമയമെങ്കിലും എനിക്ക് സൂഹിക്കാമല്ലോ. ഈ ഒരു രാത്രി എൻ്റെയും നിൻ്റെ അമ്മയുടെയും കൂടെ ഇരിക്കും. നാളെ രാവിലെ നിനക്ക് പോകാം. രാമ, ഒരു വലിയ കാര്യമാണ് നീ ചെയ്യുന്നത്. ഒരസത്യം പറയുന്നതിലും എന്നെ രക്ഷിക്കുവാൻ വേണ്ടി നീ എല്ലാം ഉപേക്ഷിക്കുന്നു. ദീർഘകാലം ശ്രമകരമായ വനവാസം അനുഷ്ഠിക്കുവാനും തയ്യാറായിരിക്കുന്നു. കൈകേയി എന്നെ ചതിച്ചിരിക്കുന്നു. ചാരം കൊണ്ട് മൂടിയ കനൽച്ചട്ട പോലെയാണവൾ. ഞാൻ പിന്തുടരുന്ന രാജവംശത്തിൻ്റെ നിയമങ്ങൾക്ക് തീരെ വിരുദ്ധതയാണ് നിന്റെ വനവാസം, ഭരതൻ്റെ കിരീടധാരണവും. കൈകേയിയുടെ ചതിപ്രയോഗത്താൽ ഞാൻ ഈ ഉപജാപത്തിൽ കിട്ടിയിരിക്കുന്നു. എന്ത് വില കൊടുത്തും എൻ്റെ യശസ് നിലനിർത്തുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എൻ്റെ കുഞ്ഞ്, നീ എൻ്റെ കടമ ചെയ്യുകയാണ്. ഞാനതിൽ അത്ഭുതപ്പെടുന്നില്ല. തൻ്റെ പിതാവിൻ്റെ വേദനയിൽ രാമൻ അതീവ ദുഃഖിതനായി. അദ്ദേഹം പറഞ്ഞു: അച്ഛാ, ഒരു രാത്രി ഇവിടെ ചെലവഴിച്ചത് കൊണ്ടോ ഒരു യാത്രയിലെ ദുഃഖഭോഗം കൊണ്ടോ പ്രശ്നത്തിന് പരിഹാരമാകില്ല. ഇന്ന് ഞാൻ അവയെല്ലാം അനുഭവിച്ചെങ്കിൽ പോലും നാളെ ദണ്ഡകാരണത്തിലേക്കുള്ള യാത്രാമധ്യേ ആ സുഖം എനിക്ക് ആര് തരും? ദയവായി മനസ്സിനെ പതറാൻ അനുവദിക്കാതിരിക്കും. എന്നെ പോകുവാൻ അനുവദിക്കും. ഐശ്വര്യം നിറഞ്ഞ ഈ ഭൂമി ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. ദയവായി അതിന് ഭരതന് കൊടുക്കുക. ഞാനിപ്പോൾ ഈ നിമിഷം തന്നെ കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. പ്രഭു, അവിടെ നിന്ന് ദേവി കൈകേയി നൽകിയ 2 വാക്ക് പാലിക്കും. ഞാൻ 14 സംവത്സരം കാട്ടിൽ കഴിയും. രാജ്യം ഭരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ ഒരേ ഒരു മോഹം അച്ഛനെ സന്തോഷിപ്പിക്കലാണ്, അനുസരിക്കലുമാണ്. ഭരതൻ ലോകനാഥനായി കൊള്ളട്ടെ. പ്രഭു, ദയവായി ഈ സുഖം അന്വേഷിക്കും. അതങ്ങയ്ക്ക് ചേർന്നതല്ല. എത്രയോ നദികൾ സമുദ്രത്തിൽ വന്ന് ചേരാറുണ്ട്. എന്നാൽ സമുദ്രത്തിന് അതുകൊണ്ടൊരു കുലുക്കവുമില്ല. അതുപോലെ അച്ഛന് സമനില പാലിക്കണം. എനിക്ക് രാജ്യം വേണ്ട, സുഖഭോഗ വസ്തുക്കളും വേണ്ട. എന്തിന്, സീതയെ പോലും വേണ്ടെന്ന് വെക്കുവാൻ എനിക്ക് വിഷമമില്ല. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് നിർബന്ധമുള്ളൂ. അസത്യമെന്ന അപവാദത്തിൽ നിന്ന് എൻ്റെ പിതാവിനെ രക്ഷിക്കണമെന്ന കാര്യത്തിൽ മാത്രം. ഇതങ്ങയെ വേദനിപ്പിക്കുകയെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ കൊട്ടാരത്തിൽ നിന്ന് മാത്രമല്ല, അയോധ്യയിൽ പോലും ഒരു നിമിഷത്തിനപ്പുറം ഇരിക്കില്ല. ദയവായി എന്നെ മനസ്സിലാക്കും. അമ്മ കൈകേയി എന്നോട് പറഞ്ഞു: രാമ, ഇന്ന് നീ കാട്ടിലേക്ക് പോകണം. ആവാമെന്ന് ഞാനും പറഞ്ഞു. ആ വാക്ക് ലംഘിക്കുവാൻ എനിക്കാവില്ല. കാട്ടിലെ വാസം എനിക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ ഉറപ്പു പറയുന്നു. മാൻകൂട്ടവും പക്ഷികളും അവയുടെ മധുരകൂവ ജനങ്ങളും ഞാൻ ആസ്വദിക്കും. 14 വർഷം കഴിയുമ്പോൾ ഞാൻ മടങ്ങി വരും. ദുഃഖത്തിന് വഴങ്ങരുത്. ഈ ശോകം ഉപേക്ഷിക്കും. എൻ്റെ വരവ് കാത്തിരിക്കും. അച്ഛൻ്റെ ശോകം ഏവരെയും ശോകത്തിലാഴ്ത്തും. ഞാൻ സ്വമനസാലെ രാജ്യം ഉപേക്ഷിക്കുകയാണ്. ഭരതൻ രാജ്യം ഭരിക്കട്ടെ. അച്ഛൻ്റെ വാക്ക് സത്യമായി വരികയും ചെയ്യട്ടെ. എന്നെ പഠിപ്പിച്ചിട്ടുള്ള ധർമ്മം അനുസരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. കാട് എനിക്ക് ആവശ്യമായ ബലമൂലാദികൾ തരും. പർവ്വതങ്ങളും താമര നിറഞ്ഞ തടാകങ്ങളും കണ്ണിന് ആനന്ദം നൽകും. അപൂർവ വൃക്ഷങ്ങൾ അവിടെ ഉണ്ടാവും. ദയവായി അച്ഛൻ മനസ്സിനെ സ്വസ്ഥമാക്കും. ഞാൻ വിഷമിക്കുന്ന ചിന്തയെ വിടും. രാജാവ് ഒന്നും പറഞ്ഞില്ല. തൻ്റെ പുത്രനെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്തു. ബോധം കെട്ട് വീഴുകയും ചെയ്തു. രാജാവിൻ്റെ പത്നിമാർ ഉറക്കെ കരഞ്ഞു. കൈകേയി മാത്രം മുഖത്ത് യാതൊരു ഭാവഭേദവും കൂടാതെ അവിടെ നിന്നു. ആ കാഴ്ച കണ്ടു നിൽക്കുവാനാവാതെ സുമന്ത്രനും ബോധരഹിതനായി. അല്പം കഴിഞ്ഞ് രാജാവ് സുമന്ത്രനെ നോക്കി പറഞ്ഞു: സുമന്ത്ര, രാമനോടൊപ്പം കാട്ടിലേക്ക് സൈന്യം കൂടി പോകട്ടെ. രാമൻ്റെ ആശ്രിതരായിരുന്ന പരിചാരകരും ഒപ്പം പുറപ്പെടട്ടെ. അവർ കൂടെ താമസിച്ച് രാമൻ്റെ ശുശ്രൂഷ ചെയ്യട്ടെ. നായാട്ടുകാർ വില്ലും ശരവുമായി എൻ്റെ പുത്രനോട് ഒന്നിച്ചു പോകട്ടെ. ഇത് കേട്ടപ്പോൾ കൈകേയി മൗനം വഞ്ചിച്ചു. അവളുടെ മുഖം കോപത്താൽ തടുത്തിരുന്നു. രാജാവിൻ്റെ മുമ്പിൽ ചെന്നു നിന്ന് അവൾ പറഞ്ഞു: എന്ത് രാജാവാണെന്ന്, എന്ത് സത്യം? രാജ്യത്തെ സമ്പത്ത് മുഴുവൻ ശൂന്യമാക്കാനാണ് അങ്ങയുടെ ശ്രമം. എൻ്റെ പുത്രൻ ഭരതനൊന്നും ബാക്കി വെക്കരുതെന്നാണ് അങ്ങയുടെ ഉദ്ദേശം. രാഗം പോകുമ്പോൾ യാതൊന്നും കൊടുത്തയക്കുവാൻ ഞാൻ സമ്മതിക്കില്ല. ഉഗ്രമായ കോപത്തോടെ അവളുടെ നേരെ തിരിഞ്ഞ് ദശരഥൻ പറഞ്ഞു: നീ എൻ്റെ ശത്രുവാണ്. നീ വരുത്തി തീർക്കുന്ന ഈ യാതനയ്ക്ക് ഒരവസാനമില്ല. ഞാൻ നിന്നോട് ചിലത് പറയട്ടെ. നിന്റെ പുത്രനെ യുവരാജാവാക്കണമെന്ന് നീ പറഞ്ഞു. അപ്പോൾ ഇവയൊന്നും നീ പറഞ്ഞില്ല. എൻ്റെ ധനം കൊണ്ട് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ഞാൻ രാജ്യം ഉപേക്ഷിച്ച് രാമനോടൊപ്പം കാട്ടിലേക്ക് പോകും. നിനക്ക് പുത്രനോടൊപ്പം രാജ്യം ഭരിക്കും. തൻ്റെ അച്ഛൻ്റെ കഠിന ദുഃഖം രാമൻ കണ്ടു. മൃദുവായി സൗമ്യസ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു: കൊട്ടാരത്തിലെ ദുഃഖങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇവയോടൊന്നും എനിക്ക് ആസക്തിയില്ല. എനിക്ക് പരിചാരമോ സൈന്യമോ ധനമോ ആവശ്യമില്ല.
എൻ്റെ അമ്മയുടെ വ്യവസ്ഥകൾക്കനുസരിച്ച് പല മൂല്യതകൾ ഭക്ഷിച്ച് കേവലം ഒരു സന്യാസിയെപ്പോലെ ജീവിക്കാൻ ഞാൻ ഉറച്ചു കഴിഞ്ഞു. മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്കൊരു സാധനമേ വേണ്ടു, ഒരു മരവരി മാത്രം. രാമൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ തിരക്കിടയിൽ പോലും ഒരു ആർത്തനാദം പൊന്തിപ്പുറപ്പെട്ടു. അത് കൊട്ടാരമാകെ വ്യാപിക്കുകയും ചെയ്തു. രാമൻ തൻ്റെ അപേക്ഷ മുഴുമിക്കും മുമ്പായി കൈകേയി അന്തഃപുരത്തിലേക്ക് പോവുകയും രാമനെ ധരിക്കുവാൻ വേണ്ടി പരുപരത്ത മരവരി കൊണ്ടുവരികയും ചെയ്തു. അത് രാമന് നൽകിക്കൊണ്ട് അവൾ പറഞ്ഞു, നീ ആവശ്യപ്പെട്ടതാ, അതെടുക്കുക. രാമൻ പട്ടുവസ്ത്രങ്ങൾ മാറ്റി തൻ്റെ അമ്മ നൽകിയ മരവരി കൊടുത്തു. കണ്ടു നിന്നവരെല്ലാം സ്തംഭിച്ചു പോയി. അദ്ദേഹം ഒരു തപസ്യയെ പോലെ തോന്നപ്പെട്ടു. വൽക്കലത്തിൻ്റെ മറ്റൊരു കഷ്ണമെടുത്ത് ലക്ഷ്മണനും ധരിച്ചു. രാജാവ് നിസ്സഹായനായി നോക്കി നിന്നു. കൈകേയി നീട്ടിക്കൊടുത്ത മറ്റൊരു വൽക്കലം സീത കൈ നീട്ടി വാങ്ങി. അത് ധരിക്കുവാൻ തിരിച്ചും മറിച്ചും ശ്രമിച്ചു നോക്കിയെങ്കിലും അവളുടെ ശ്രമം വിഫലമായി. അമ്പരന്ന മുഖഭാവത്തോടെ അവൾ രാമനോട് പറഞ്ഞു, നാഥ, കാട്ടിൽ എന്നെ പോലുള്ളവർ വൽക്കാലം ധരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരും. ഞാൻ ശ്രമിച്ചിട്ടത് ശരിയാവുന്നില്ല. എല്ലാവരും അവളുടെ നേരെ നോക്കുകയാൽ അവൾ അമ്പരന്നു പോയി. രാമൻ ആ വൽക്കാലം വാങ്ങി അവളുടെ പട്ടുവസ്ത്രത്തിൻ്റെ മുകളിൽ ഉടുപ്പിച്ചു. ആ കാഴ്ച കണ്ടു നിന്നവർ മുഴുവൻ കണ്ണു നിറഞ്ഞു. ചിലർ പറഞ്ഞു, രാമ, ഈ രാജകുമാരി നാട് കടത്തപ്പെട്ടിട്ടില്ല. അവളെ ഞങ്ങളുടെ കൂടെ വിടും. ഇവളെ കാട്ടിൽ ജീവിക്കേണ്ടവളല്ല, കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടവളുമല്ല. സീതയെ മരവരി ഉടുപ്പിച്ച് കണ്ടപ്പോൾ വസിഷ്ഠൻ രോഷാകുലനായി. അദ്ദേഹം പറഞ്ഞു, കൈകേയി, ദശരഥനെയും നിന്റെ പിതാവായ അശ്വപതിയുടെയും പേരിൽ നീ കളങ്കമാണ്. നീ സ്ത്രീത്വത്തിന് തന്നെ അവമാനമാണ്. നീ രാജാവിനെ വഞ്ചിച്ചു. നീ ചെയ്യുന്ന ഘോരകൃത്യങ്ങൾക്ക് ഒരു തരത്തിൽ പോലും വയ്ക്കുന്നില്ല. സീതയ്ക്ക് കാട്ടിൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ സ്ത്രീകൾ ഒരു ഈശ്വരിയായ അവൾ തൻ്റെ നാഥനെ പിന്തുടരുവാൻ ആച്ഛിക്കുന്നു. നമുക്കും രാമനെ പിന്തുടരാം. കാട് നഗരമായി തീരും, അയോധ്യ കാടായി തീരും. കൈകേയി, രാജ്യം സ്വായത്തമാക്കാനുള്ള ഉത്സാഹത്താൽ നീ ഒരു സത്യം മറന്നുപോയി. ഭരതൻ്റെ സ്വഭാവം നിനക്ക് ഓർമ്മയില്ല. അവൻ സിംഹാസനം സ്വീകരിക്കില്ല. ഈ രാജകുമാരന്മാരെ നിനക്കറിയാവുന്നതിൽ കൂടുതൽ എനിക്കറിയാം. ഭരതനും ശത്രുഘ്നനും മരവരിയും മാൻതോലും എടുത്ത് രാമനോടൊപ്പം വനവാസം ചെയ്യും. ശൂന്യമായ ഈ നഗരം എലി, പെരിച്ചാഴി എന്നിവരുടെ വനസാസ്തമാവും. അത് നിനക്ക് ഭരിക്കുകയും ചെയ്യാം. നീ ഇത്ര കഷ്ടപ്പെട്ട് ഭരതനു വേണ്ടി സമ്പാദിച്ച രാജ്യം അവൻ ഒരിക്കലും സ്വീകരിക്കില്ല. രാമനോട് സ്നേഹമില്ലാത്തവരായി ഈ ലോകത്താരുമില്ല. രാമൻ്റെ പത്നിയായ സീത ആഗ്രഹിക്കുന്നത് കൊണ്ട് അവൾക്ക് കാട്ടിലേക്ക് പോകാം. എന്നാൽ അവൾ നീ കൊടുത്ത് ഈ വൽക്കാലം ധരിക്കേണ്ടതില്ല. പട്ടുവസ്ത്രം ധരിച്ച് സ്വർണ്ണാഭൂഷണം വിഷുവിശുദ്ധയായി സീതാപതിയെ അനുഗമിക്കും. നിസ്സംഗനായി തീർന്ന രാജാവിന് ആരോടെങ്കിലും സംസാരിക്കുവാനോ ജീവിക്കുവാൻ പോലും ആഗ്രഹമില്ലാതായി. എങ്കിലും അദ്ദേഹം പറഞ്ഞു, കൈകേയി, നീ എൻ്റെ പുത്രനെ വൽക്കലം ധരിപ്പിച്ചു. എന്നാൽ എൻ്റെ വന്യഗുരു ആജ്ഞാപിച്ചാലെ പോലെ സീത അത് ധരിക്കുവാൻ പാടില്ല. ആഡംബരങ്ങളാൽ വളർന്ന ആ രാജകുമാരി ഒരു യാചകയെ പോലെ നടക്കരുത്. അവൾക്ക് കൊടുത്ത വൽക്കലം എടുത്ത് ദൂരെ എറിഞ്ഞു കളയുക. കൂടുതൽ അപമാനത്തിന് അവൾ പാത്രമാവരുത്. കൈകേയി, രാമനെ നാട് കടത്തിയതുകൊണ്ട് നിനക്ക് തൃപ്തിയായില്ലേ? എൻ്റെ ദുഃഖം ഇനിയും വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണോ നീ? ദശരഥൻ ക്ഷീണിച്ച് കട്ടിലിൽ വീണു. രാമൻ വീണ്ടും അദ്ദേഹത്തോടായി പറഞ്ഞു, പ്രഭു, എൻ്റെ അമ്മയ്ക്ക് വയസ്സേറെയായി. ഒരിക്കലെങ്കിലും അവിടുത്തെ ദുഃഖിപ്പിക്കത്തക്ക പ്രവൃത്തിയൊന്നും അവർ ചെയ്തിട്ടില്ല. ഞാൻ പോയാൽ അവർ വളരെ ദുഃഖിതയാവും. അവരെ വേണ്ട പോലെ നോക്കിക്കൊണ്ടത് അവിടുത്തെ ചുമതലയാണ്. അവിടുന്ന് അമ്മയെ ആശ്വസിപ്പിക്കണം. ഈ വേർപാട് എൻ്റെ അമ്മയ്ക്ക് സഹിക്കുവാനാവില്ല. അവർ ജീവൻ തന്നെ വെടിഞ്ഞു പോരും. ദശരഥനൊന്നും മിണ്ടുവാൻ കഴിഞ്ഞില്ല. രാമൻ പോകുവാനുള്ള സമയമായി എന്ന് അദ്ദേഹം അറിഞ്ഞു. ഉറക്കെ കരയുന്നതിനിടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ അവസ്ഥ സ്വരത്തിൽ പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ വളരെ പാപം ചെയ്തിട്ടുണ്ടെന്ന് തീർച്ചയാണ്. അതാണ് ഇത്രയും ദുഃഖം എനിക്ക് സഹിക്കേണ്ടി വന്നത്. ഈശ്വരൻ വിധിച്ച കാലക്രമത്തിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടു പോകുന്നില്ല. കൈകേയെ ഏൽപ്പിച്ച് ഈ ദ്രോഹമിട്ടിട്ടും ഞാൻ ജീവിച്ചിരിക്കുന്നത് എൻ്റെ പാപം മൂലമാണ്. പട്ടുവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് മരവരയും എടുത്തിരിക്കുന്ന തൻ്റെ പുത്രന്മാരെ കൊണ്ട് എൻ്റെ ഹൃദയം തകരുകയാണ്. ദുഷ്ടയായ ഒരു സ്ത്രീ നിമിത്തം ഈ രാജ്യത്തിന് മുഴുവൻ സങ്കടപ്പെടുകയാണ്. രാജാവ് കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. അതിനുശേഷം അദ്ദേഹം മനസ്സ് തകരം വിധം നെടുവീർപ്പ് കൊണ്ട് അദ്ദേഹം സമുദ്രനോട് പറഞ്ഞു, എൻ്റെ രഥത്തിൽ ഒന്നാന്തരം കുതിരകളെ പൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരും. തൻ്റെ പുത്രനെ കൂടി വനത്തിൽ കൊണ്ടുപോകുവാനാകും. ഈ ജന്മം ധർമ്മം ആചരിക്കുന്നവർക്ക് മുജ്ജന്മത്തിലെ കർമ്മഫലം അനുഭവിക്കേണ്ടതായി വരുമെന്നറിയുമ്പോൾ എനിക്ക് ബോധ്യമായി. അതാണ് എൻ്റെ കുഞ്ഞിനെ നാട് കടത്തിന് ഞാൻ അനുവദിക്കുവാനും കാരണം. സുമന്ത്രം പോയി അല്പസമയത്തിനുള്ളിൽ മടങ്ങി വന്നു. തല താഴ്ത്തി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അദ്ദേഹം രാജസന്നിധിയിൽ നിന്നു. രഥം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് രാജാവിനും രാജ്യമാർക്കും മനസ്സിലായി. രാജാവ് അശ്രുക്കൾ തുടച്ച് പെട്ടെന്ന് ദൃഢസ്വരത്തിൽ പറഞ്ഞു, ഖജനാവ് തുറക്കും. സീതയ്ക്ക് ദീർഘമായ വനവാസകാലത്തേക്ക് ആവശ്യമായ ധനവും പട്ടുകളും രത്നങ്ങളും കൊണ്ടുവരും. അവൾക്ക് വേണ്ടുവോളം ആയില്ല എന്ന് ഉറപ്പുവരുത്തണം. കൗസല്യയും മറ്റ് അന്തഃപുര സ്ത്രീകളും കൂടി പട്ടുവസ്ത്രങ്ങൾ കൊണ്ടുവന്നു സീതയെ ഉടുപ്പിച്ചു. ധാരാളം ആഭരണങ്ങളും അണിയിച്ചു. അപ്പോൾ സീത ലക്ഷ്മി ദേവിയെ പോലെ പ്രശോഭിച്ചു.
തങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദേവിയാണ് അവളെന്ന് തോന്നി. കൗസല്യ അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് സീതെ, ധനവും പ്രതാപവും ഉള്ളിടത്തോളം കാലം ഒരു സ്ത്രീക്ക് ഭർത്താവ് പ്രിയനായിരിക്കും. എന്നാൽ അയാൾ കഷ്ടാവസ്ഥയിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ അവളെ അയാൾ ബഹുമാനിക്കില്ല. ലോകത്തിൽ സാധാരണ കണ്ടുവരാറുള്ള സംഗതിയാണിത്. അങ്ങനെയുള്ള സ്ത്രീ താൻ ജനിച്ച കുലത്തിലും വിവാഹം കഴിച്ചു കൊടുത്ത കുലത്തിലും അപമാനം വരുത്തി വയ്ക്കാറുള്ളത്. എന്നാൽ പതിവൃതയ ധർമ്മം അറിയുന്ന അല്പം ചിലർ ഭർത്താവിനെ പൂജിപ്പിക്കേണ്ട ഏകദൈവമായി കരുതുന്നു. സീതെ, നീ അനുഗ്രഹീതയാണ്. ഭർത്താവിൻ്റെ പ്രവാസം നിൻ്റേതായി നീ കണക്കാക്കുന്നു. അദ്ദേഹം പോകുന്നിടത്തെല്ലാം അദ്ദേഹത്തിന് പിന്തുടരാൻ നീ തീരുമാനിച്ചിരിക്കുന്നു. നീ എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയാണ്. നിനക്ക് ദീർഘായുസ്സുണ്ടാവട്ടെ. കൗസല്യയുടെ വാക്കുകൾ സീത സശ്രദ്ധം കേട്ടു. അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവ് എപ്പോഴും എന്നിൽ സന്തുഷ്ടനായിരിക്കും വിധം അദ്ദേഹം പരിചരിക്കാമെന്ന് എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മയും അങ്ങനെ തന്നെ പറയാറുണ്ടല്ലോ. എൻ്റെ ചുമതലയെപ്പറ്റി ഇപ്പോൾ അമ്മ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നോട് പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം. കഷ്ടപ്പാട് വരുമ്പോൾ ഭർത്താവിനെ അവഗണിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽപ്പെടുന്നവളല്ല ഞാൻ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. കുട്ടികൾ എത്രയുണ്ടെങ്കിലും ആരൊക്കെ കൂടെയുണ്ടെങ്കിലും ഭർത്താവ് ഒന്നിച്ചില്ലെങ്കിൽ ഒരു സ്ത്രീക്ക് സന്തോഷം പൂർത്തിയാവും ഉണ്ടാകില്ല. അച്ഛൻ തരുന്നതിന് ഒരു അതിർത്തിയുണ്ട്, അമ്മ തരുന്നതിനും അതിർത്തിയുണ്ട്. പുത്രന് മിതമായി മാത്രം തരുന്നു. ഒരു സ്ത്രീക്ക് അമിതമായി നൽകുന്നത് ഭർത്താവ് മാത്രമാണ്. ഭർത്താവ് അദ്ദേഹത്തിൻ്റെതായ എല്ലാം തന്നെ ഭാര്യയ്ക്ക് നൽകുന്നു. അമ്മേ, ഞാൻ എൻ്റെ ഭർത്താവിനെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അദ്ദേഹം എൻ്റെ ദൈവമാണ്, എൻ്റെ എല്ലാമാണ്. തൻ്റെ ദുഃഖങ്ങൾക്കിടയിലും കൗസല്യപുത്രൻ്റെ സൗഭാഗ്യമോർത്ത് പുഞ്ചിരിച്ചു. രാമൻ അമ്മയെ പ്രദക്ഷിണം വെച്ച് ഗൽഗതത്തോട് ഇങ്ങനെ പറഞ്ഞു, അമ്മേ, അധികം ദുഃഖിക്കരുത്, ധൈര്യമായിരിക്കും. അച്ഛനെ ശുശ്രൂഷിക്കും. അദ്ദേഹം ദുഃഖിതനാണ്. അദ്ദേഹത്തിന് അമ്മയുടെ ആവശ്യമുണ്ട്. അമ്മേ, കാലം വേഗം പോകും. എൻ്റെ വനവാസവും അവസാനിക്കും. ഇറങ്ങുമ്പോൾ രാത്രി വേഗം കഴിയും പോലെ ഈ 14 വർഷവും കടന്നു പോകും. ഞാൻ മടങ്ങി വരുന്നത് അമ്മയ്ക്ക് കാണും. എത്രയും വിനയത്തോടെ അദ്ദേഹം പറ്റുമമ്മമാരോട് യാത്രാനുവാദം വാങ്ങി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അമ്മമാരെ, അറിഞ്ഞോ അറിഞ്ഞാതെയോ, നേരം പോക്കായോ, വിവരമില്ലാതായോ, ചിരിപരിചയം മൂലമോ ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെനിക്ക് മാപ്പ് തരും. എന്നോട് ക്ഷമിക്കും. നിങ്ങളെന്നെ അനുഗ്രഹിച്ച് യാത്രയാക്കും. രാമൻ ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും പൊട്ടിക്കരഞ്ഞു. സാധാരണ നിലയിൽ അവിടെ മുഴുകിക്കേൾക്കാനുള്ള പെരുമ്പറകൾ പോലും കാഹളങ്ങളും മറ്റും ശബ്ദത്തിന് പകരം ഇരുന്ന് കൊട്ടാരത്തിൽ സ്ത്രീകളുടെ വിലാപമാണ് പൊന്തി വന്നത്. അവർ വാവിട്ട് കരഞ്ഞു. രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഒടുവിൽ അവർ ദശരഥൻ്റെ അടുത്തെത്തി. അവർ അദ്ദേഹത്തോടും പിന്നീട് കൗസല്യയോടും പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് യാത്ര അനുവാദം വാങ്ങി. സുമിത്ര ലക്ഷ്മണനെ അനുഗ്രഹിച്ചു. അവൾ പറഞ്ഞു, നീ കാട്ടിൽ വാഴാൻ വിധിക്കപ്പെട്ടവനാണ്. അല്പം കഴിഞ്ഞ് തൻ്റെ വേദനയെ നിയന്ത്രിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നീ ഏവർക്കും പ്രിയപ്പെട്ടവനാണ്. നീ രാമൻ്റെ പാദസേവകനാണ്. അവനെ ശുശ്രൂഷിക്കേണ്ടത് നിന്റെ കടമയാണ്. ദുഃഖത്തിലും സുഖത്തിലും നീ നിന്റെ ജ്യേഷ്ഠനോട് ഒത്തുണ്ടാവണം. നിന്റെ പൂർവികർ അനുസരിച്ചിട്ടുള്ള മാർഗമാണിത്. അത് നീയും അവലംബിക്കണം. അതുകൊണ്ട് നിനക്ക് ഇഹലോകത്തിൽ സൗഖ്യവും പരലോകത്തിൽ ഒരു സ്ഥാനവും ലഭിക്കും. ഭാവി ജീവിതത്തിൽ നിനക്ക് സൗഖ്യമേ ഉണ്ടാവും. എൻ്റെ കുഞ്ഞെ, രാമനെ നിന്റെ അച്ഛൻ ദശരഥനായി കാണുക. സീതയെ ഞാനായി കരുതുക. കാടിനെ അയോധ്യയായും കരുതുക. നിനക്ക് സദാസുഖം ഭവിക്കട്ടെ. പോയി വരിക. മാതാലി ഇന്ദ്രൻ്റെ മുമ്പിൽ എന്ന പോലെ സുമന്ത്രൻ രാമൻ്റെ മുമ്പിൽ വന്നതെന്ന് പറഞ്ഞു. രാമ, രഥം തയ്യാറായിരിക്കുന്നു. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങേ അവിടെ കൊണ്ടെത്തിക്കുന്നുണ്ട്. രാജ്ഞി കൈകേയിയുടെ ആജ്ഞപ്രകാരം അങ്ങയുടെ വനവാസം ഇന്ന് ആരംഭിക്കുകയാണ്. അവൻ മന്ദിരത്തിൽ നിന്ന് പുറത്തു കിടന്നു. സീത ആദ്യം രഥത്തിൽ കയറി. അവളെ തുടർന്ന് രാമലക്ഷ്മണന്മാരും രഥത്തിൽ കയറിയിരുന്നു. രാജാവ് സീതയ്ക്ക് കൽപ്പിച്ച് നൽകിയ സൽമാനങ്ങളും രാജകുമാരന്മാർക്ക് ആവശ്യമായ ആയുധങ്ങളും രഥത്തിൽ മുമ്പ് തന്നെ ഒരുക്കി വെച്ചിരുന്നു. സുമന്ത്രം കയറി ആസനസ്ഥനായതോടെ രഥം നീങ്ങുവാൻ തുടങ്ങി. വീടുകളിൽ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും തിങ്ങി നിറഞ്ഞിരുന്നു. ജനങ്ങളുടെ രോദനം അവിടമിടാതെ മുഴങ്ങി. അവർ രഥത്തിനരികിലേക്ക് പാകം ചെന്ന് അതിൻ്റെ പുറകെ നടക്കുവാൻ തുടങ്ങി. സുമന്ത്രനോടുള്ള അവരുടെ അനുശാസനം രാമൻ കേട്ടുകൊണ്ടേയിരുന്നു. കടിഞ്ഞാണുകൾ വിലക്കൂ സുമന്ത്ര, കുതിരകളെ പതുക്കെ തെളിക്കൂ, രഥം മെല്ലെ പോവട്ടെ. അത്രയും നേരം ഞങ്ങൾക്ക് രാമനെ കാണാമല്ലോ. രാജാവിനെയും രാജ്ഞിയെയും കുറിച്ചുള്ള അവരുടെ വിമർശനങ്ങൾ കേട്ട് രാമൻ ദുഃഖിച്ചു. അദ്ദേഹം അവരെ വിലക്കുവാൻ വൃഥാശ്രമം നടത്തി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ആശ്രുപൂർണങ്ങളായി. നഗരവാസികളുടെ സ്നേഹവായ്പും അദ്ദേഹം കണ്ടു. ദശരഥൻ വാതിക്കൽ വരെ ഓടിച്ചെന്ന് അദ്ദേഹം ഇങ്ങനെ പുലമ്പി, കണ്ണിൽ നിന്ന് മാറയും വരെ ഞാൻ അവനെ കണ്ടുകൊള്ളട്ടെ. അന്തപുരത്തിൽ നിന്ന് രാജ്ഞിമാരുടെ രോദനവും രാജാവിൻ്റെ അസ്ത്രപ്രജ്ഞമായ ശബ്ദവും രാമൻ കേട്ടു. ആ യാതന ഇനിയും സഹിക്കാനാവില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം സുമന്ത്രനോട് പറഞ്ഞു, വേഗം പോവുക. കുതിരകൾ വേഗത്തിൽ പോവട്ടെ. കഴിയുന്നതും വേഗം ഞാനിവിടം വിടട്ടെ.
ജനക്കൂട്ടമാകെ പതുക്കെ പോകുവാൻ നിർബന്ധിക്കുന്നു. അദ്ദേഹത്തിന് എന്തു വേണമെന്നറിയാതെയായി. രഥത്തിലെ കൊടിയടയാളം അകന്നു പോകുന്നതെന്ന് നോക്കി രാജാവ് ബോധം കെട്ടു വീണു. രാജാവ് രഥത്തിനോട് അടുത്തു വരുവാൻ നോക്കിയതും ബോധം കെട്ടു വീണതുമെല്ലാം രാമൻ അറിഞ്ഞു. സുമന്ത്രനോട് വേഗം പോകുമെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞു. ദുഃഖത്തിൻ്റെ നെല്ലിപ്പലക കണ്ട തൻ്റെ അച്ഛനെയും അമ്മയും കാണുവാൻ അദ്ദേഹത്തിന് കഴിവില്ലാതെയായി. കിടാവിൻ്റെ പിന്നാലെ പശു ഓടുന്ന പോലെ രഥത്തിൻ്റെ പിന്നാലെ ഓടുവാൻ തൻ്റെ അമ്മ ശ്രമിക്കുന്നത് അദ്ദേഹം കണ്ടു. അവൾ രാമ രാമ എന്ന് വിളിച്ചിരുന്നു. രാജാവ് സുബോധം വന്നപ്പോൾ സുമന്ത്രനോട് ഇങ്ങനെ കൽപ്പിച്ചു: രഥം നിർത്തൂ, അവിടെ നിർത്തൂ. രാമൻ പറഞ്ഞു: സുമന്ത്ര, അങ്ങേക്ക് ആവുന്നത്ര വേഗത്തിൽ പോവുക. അല്പസമയത്തിന് ശേഷം അദ്ദേഹം തുടർന്നു: സുമന്ത്ര, അങ്ങയുടെ മനോഗത ഞാൻ അറിയുന്നുണ്ട്. രാജാവിനോട് അനുസരണക്കേട് കാണിക്കുവാൻ അങ്ങ് ഭയപ്പെടുകയാണ്. അങ്ങ് മടിച്ചേ ചെല്ലുമ്പോൾ എന്താണ് തന്നെ അനുസരിക്കാത്തതെന്ന് രാജാവ് ചോദിച്ചാൽ ജനങ്ങളുടെ ബഹളം കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞോളൂ. ജനക്കൂട്ടം രഥത്തെ പിന്തുടർന്നു. രാജാവാകട്ടെ രഥം പറയുന്നത് നോക്കിക്കൊണ്ട് വാതിലിൽ ചാരി നിന്നു. ശൂന്യാകാശത്തേക്ക് നോക്കിക്കൊണ്ടുള്ള ആ നിൽപ്പ് അദ്ദേഹം ഇളകിയില്ല. രഥം പോയ പൊടിപടലം കൊണ്ട് അമർന്നു കഴിഞ്ഞിരുന്നു. എന്നിട്ടും തൻ്റെ പ്രിയപുത്രനെ ഒരു നോക്ക് കാണുവാൻ വെമ്പൽ കൊണ്ടുവിടുന്ന രാജാവ് അവിടെ നിലകൊണ്ടു. അതെ, തുടരും.